അല്ല, ആരെ നോക്കുന്നേ? ആരോ ഇതിലൂടെ വന്ന പോലെ ഉണ്ടായിരുന്നല്ലോ. ആരും ഉണ്ടാവില്ല, ജോലി നോക്ക്. വേഗം വേഗം. വരൂ വരൂ വരൂ, പോകാം. അല്ല, എന്താന്ന് പറ, പിന്നീട് കുഴിക്കാം. It's a game. Nobody knows the outcome. The question always on your mind. 'Cause life is a puzzle. You know how it is. I rock, I rule. The luck is so cool. The world is my home, my kingdom and my throne. Yo, I gamble for my pride, with luck always on my side. Stay away from my side, yeah, I'm always on the ride. Let's go! Ha ha ha! ചില്ലി, നിനക്കെന്താ വേണ്ടത്? ലൈറ്റ് ആയിട്ടൊരു ഹാർട്ട് അറ്റാക്ക്. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? അതിനുശേഷം അയാൾക്ക് ഒരു വലിയ ഹാർട്ട് അറ്റാക്ക് വരും. അതെങ്ങനെ? ഈ ലോകത്ത് പുരുഷന്മാരും സ്ത്രീകളും തുല്യരാണെന്ന് നിങ്ങൾ പറയും, പക്ഷെ കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ആണുങ്ങൾക്ക്. സാറേ ഓക്കെ അല്ലേ? താങ്ക് യു സാറേ. ഡബിങ് തീർന്നു. ഞാൻ എന്ത് ചെയ്യണം? പേയ്മെന്റ് തന്നാ ഞാൻ പോവും. എന്താന്നാ ഇത്? സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം തീർന്നു. ഒരു കട്ടിങ് അടിക്കണം. വേറെ വല്ല ഡബിങ് കൊണ്ടേ പറ. I heartily welcome you all to my daughter's birthday party. Thank you. Thank you, Dad. Come, my child, come on. Come, let's celebrate. Happy birthday, dear. Thank you. Let's go!
ഹലോ. ഹലോ മൈ ഡാർലിംഗ്. ഹായ് ഡാഡ്. മോൾ എന്താ ചെയ്യുന്നത്? ദാ ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ ഡാഡ്. ഗുഡ്. നിനക്ക് വേണ്ടി ഒരു വലിയ സർപ്രൈസ് നമ്മുടെ വീടിന്റെ മുൻപിൽ കാത്തിരിക്കുന്നുണ്ട്. ഡാഡ് റിയലി? വൗ. എല്ലാം നിനക്ക് വേണ്ടിയാണ് മോളെ. നിന്റെ എൻഗേജ്മെന്റിന് ഞാൻ ഗിഫ്റ്റ് തന്നില്ലെങ്കിൽ നീ ഡാഡിയെ വെറുതെ വിടില്ലല്ലോ. നീ ചെന്ന് നോക്ക്. ഓക്കേ ഡാഡ്. എന്ത് ഗിഫ്റ്റാന്ന് ഇപ്പൊ തന്നെ പോയി നോക്കാം. വൗ! ഓഡി! I can't believe this. Thank you so much. There is one more surprise. Huh? Really? Yeah, come on. Okay. Wow, this is so nice. എവിടെയാ ഡാഡ്? നീ സ്ട്രൈറ്റ് ആയി വന്നുകൊണ്ടിരിക്കേ. ഞാൻ പറയാം. ഇപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ റൈറ്റിലേക്ക് തിരിക്കേ. Now stop the car. ഇവിടെയോ? Yes. ഇവിടെ എന്ത് സർപ്രൈസാ ഡാഡ്? പറയാം, വെയിറ്റ് ചെയ്യൂ. കാറിന്റെ സ്റ്റെയറിംഗിൽ ഒരു പാവയില്ലേ? ആ പാവയുടെ തലയിൽ ഒരു ബട്ടൺ ഉണ്ട്. അത് ഇപ്പൊ പ്രസ് ചെയ്യേ. ബട്ടനോ? വിചിത്രമായ പലതും നമുക്ക് സംഭവിക്കാം. അങ്ങനെയുള്ള വിചിത്ര സംഭവങ്ങൾ നമ്മുടെ മനുഷ്യരാശിയെ തന്നെ നശിപ്പിക്കാം. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ചോദ്യചിഹ്നം മാത്രമേ ലഭിക്കൂ. എന്നാൽ നമ്മുടെ ടീം അങ്ങനെ വിചിത്രമായ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം നൽകുന്നു. ഇതുവരെ ഉത്തരം ലഭിക്കാത്ത വിചിത്രമായ ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് നമ്മുടെ റിപ്പോർട്ടേഴ്സും അവിടെയുള്ളവരും ശരിയായ ഉത്തരം നൽകുമെന്ന് നോക്കാം. എക്സ്ക്യൂസ് മീ മാഡം, സാറിനെ ഒന്ന് കാണണമായിരുന്നു. എനിക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട്. അദ്ദേഹം റെക്കോർഡിംഗിലാണ്. ഒരു 10 മിനിറ്റ് ആകും. നിങ്ങൾ അവിടെ ഇരുന്നോളൂ, അവിടെ വന്ന് കാണും. സാറേ, സാറിനെ കാണാൻ അമുദേശ്വർ എന്ന് ഒരാൾ വന്നിരിക്കുന്നു. ഓ, NRI അമുദേശ്വരൻ. അതെ സാർ. എവിടെ ഇരുത്തിയിരിക്കുന്നത്? സാറിന്റെ ക്യാബിനിൽ വെയിറ്റ് ചെയ്യും. ഞാനിപ്പോ വന്നേക്കാം. പറഞ്ഞേക്കാം സാറേ. ഓ, ഹലോ സർ. ഹലോ മിസ്റ്റർ സ്വാമി. നൈസ് മീറ്റിംഗ് യു സർ. Nice ഇരിക്കൂ സർ. പിന്നെ ചായയാണോ കോഫിയാണോ സർ? വേണ്ട, അതൊന്നും ഇപ്പൊ വേണ്ട. പറയൂ സർ, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് സ്വന്തമായിട്ട് ഇവിടെ ഒരു ബംഗ്ലാവ് ഉണ്ട്. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ. അതൊരു നല്ല വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അതിപ്പോ നടക്കുന്ന പോലെ ഇല്ല. ആ ബംഗ്ലാവിന് ചുറ്റുമുള്ള ജനങ്ങളാണ് അതിന് കാരണം. ആ ബംഗ്ലാവിനകത്ത് പ്രേതമുണ്ട്, പിശാചുണ്ടെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ വരുന്ന എല്ലാവരെയും പേടിപ്പിച്ച് അയക്കുക. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആരും വരുന്നേ ഇല്ല. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ ബംഗ്ലാവിൽ വന്ന് ജനങ്ങൾ പറയുന്ന പോലെ ഇവിടെ പ്രേതവും പിശാചും ഒന്നും ഇല്ല എന്ന് പൊതുജനങ്ങളോട് നിങ്ങളുടെ ചാനൽ മുഖേന ഒന്ന് പറഞ്ഞാൽ അതിനുശേഷം ജനങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും പറയില്ല. പിന്നെ ആ ബംഗ്ലാവ് വിൽക്കുന്നതിൽ എനിക്കും യാതൊരുവിധ പ്രോബ്ലം ഉണ്ടാകുകയില്ല. സർ, നിങ്ങളുടെ ബംഗ്ലാവ് വിൽക്കാൻ വേണ്ടി ഞങ്ങൾ പ്രോഗ്രാം ചെയ്യണമെന്ന ആവശ്യമില്ല. എന്നാലും അറിയാൻ വേണ്ടി ചോദിക്കാണ്, ആ ബംഗ്ലാവ് എവിടെയാ ഉള്ളത്? ഇവിടുന്ന് ആ ബംഗ്ലാവ് 80 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. അതിന്റെ പേര് രാജ ബംഗ്ലാവ്. രാജ ബംഗ്ലാവ്? എന്താണ് സാർ? അവിടെ വിചിത്രവും ഭയങ്കരവുമായ പല സംഭവങ്ങൾ നടക്കുന്നതായി കേട്ടു. ഞങ്ങൾക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് സർ. അവിടെയുള്ള ജനങ്ങളെ പോലെ നിങ്ങളും? ആക്ച്വലി ആ ബംഗ്ലാവ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു പ്രോഗ്രാം ചെയ്യണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗ്യം കണ്ടോ, സാറ് എന്നെ നേരിട്ട് വന്നിരിക്കുന്നു. ശരി സാർ, ഞങ്ങൾ ആ ബംഗ്ലാവിലേക്ക് പോകാം. എന്റെ ടീമിനെ ഞാൻ തയ്യാറാക്കാം. വളരെ നന്ദിയുണ്ട് സാർ. അവിടെ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അവിടെ പ്രേതവും ഇല്ല, പിശാചും ഇല്ലെന്ന കാര്യം നമുക്ക് നോക്കാം സാർ. ഓക്കെ, താങ്ക് യു. മുറുക്കി നല്ലതുപോലെ കെട്ട്. ഹലോ. ഓക്കെ. ഓപ്പറേഷൻ 1 സക്സസ്. അടുത്ത ഓപ്പറേഷൻ ഓക്കെ.
ചന്ദ്രു, ഇപ്പൊ അവളുടെ അച്ഛനെ ഞാൻ ഫോൺ ചെയ്യാം. നിന്റെ വോയിസിലല്ല, വേറെ വോയിസിൽ സംസാരിച്ച് കാശ് മേടിക്കണം. ആരുടെ വോയിസിലാ സംസാരിക്കണ്ടേ? ഇപ്പൊ നോക്കിക്കോ. Through our experience working with the project team in many industries on hundreds of projects, we recognize that all our project managers and team may understand the theory. On your own to build the needed scope out with ഈ സമയത്ത് ആരാ ഫോൺ ചെയ്യുന്നത്? ഹലോ, സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിലാണുള്ളത്. ദയവായി കുറച്ച് കഴിഞ്ഞ് ഫോൺ ചെയ്യൂ. സാർ ബിസിയാണെന്ന്, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ഏതാണ്? എടാ, അങ്ങയുടെ മോളെയല്ലേ നമ്മൾ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനേക്കാളും വലിയ ഇമ്പോർട്ടൻസ് വേറെ എന്തിനാ ഉള്ളത്? വീണ്ടും കോൾ ചെയ്യടാ. വീണ്ടും അതേ കോളോ? എടാ, നിന്നോടല്ലേ പറഞ്ഞ് സാറ് മീറ്റിംഗിലുള്ള പിന്നീട് വിളിക്കാൻ. മോനെ, ഞാൻ ക്രെഡിറ്റ് കാർഡ് വേണോന്ന് ചോദിച്ചല്ല വിളിക്കുന്നത്. നിന്റെ ബോസിനോട് പറ മുംബൈയിൽ നിന്ന് മാണിക് ഭാഷ വിളിക്കുന്നു എന്ന്. സാർ, ആരാ? മുംബൈയിൽ നിന്ന് മാണിക് ഭാഷ യാത്ര. ഓ, ഹലോ സാർ, സുഖമാണോ? സംസാരിച്ചിട്ട് ഒരുപാട് കാലമായല്ലോ. എങ്ങനെയുണ്ട്? സുഖമാണോ? കൂടുതൽ അങ്ങോട്ട് സന്തോഷിക്കണ്ട. ഞാൻ പറയുന്നത് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്ക്. നിന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. എന്ത് കിഡ്നാപ്പോ? ഏയ്, ആരാടാ നീ? ഒരെണ്ണം തന്നോണ്ടല്ലോ. 10 മിനിറ്റ് സമയം നിനക്ക് തരാം. അതിനുള്ളിൽ നീ ഒരു തീരുമാനത്തിലെത്ത്. ഞാൻ പറയുന്നത് സത്യമാണോ കള്ളമാണോ എന്ന്. അമൃത, അമൃത, കിരൺ. സാർ, എന്താ പറ്റിയേ? ആ ഭാഷ എന്താ പറഞ്ഞ? ഫോൺ ചെയ്തത് ഭാഷാബായി അല്ല, അദ്ദേഹത്തിന്റെ പേരും പറഞ്ഞ് വേറെ ആരോ വിളിച്ചിരിക്കുന്നത്. തിലക് എവിടെ? അത് പിന്നെ തിലക്, തിലക്. എന്താ ഡാഡ്, ടെൻഷനിലാണല്ലോ? അമൃത എവിടെ? എനിക്കെങ്ങനെ അറിയാം? ഫ്രണ്ട്സിലൂടെ പുറത്തു. ഫോൺ ചെയ്യേ. ആ, ശരി. This number is currently switched off. Please try again later. സ്വിച്ച് ഓഫ് ആണല്ലോ. വാട്ട് ഹാപ്പൻ ഡാഡ്? അമൃത ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. വാട്ട്? കിഡ്നാപ്പാ? കിഡ്നാപ്പോ? നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? കിഡ്നാപ്പർ ആണോ? ഇല്ലേട്ടാ, എന്റെ പേര് ശിവകാർത്തികേയൻ. സോറി സാർ, അറിയാതെ പറഞ്ഞതാ. ഒരു മിനിറ്റ് സാർ. ശിവകാർത്തികേയനാത്ര. എടാ, നീ പറയുന്നൊക്കെ കേൾക്കാൻ ഞാൻ വിഡ്ഢിയല്ല. ഞാൻ ആരാണെന്ന് നിനക്ക് മനസ്സിലായിട്ടില്ല. എന്റെ സ്റ്റാറ്റസ് എന്താണ്, എന്റെ പവർ എന്താണ്, എന്നെ എതിർത്താൽ നിന്റെ ഗതി എന്താവുന്ന പോലും നിനക്കറിയില്ല. ഓ, എന്റെ കൂടെ കളിക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്തിന്റെ ഏത് മൂലക്ക് പോയാലും നീ ഉണ്ടാവില്ല. അത് ശരി. കഴിഞ്ഞോ? ഡയലോഗൊക്കെ പറഞ്ഞു കഴിഞ്ഞോ? ഇപ്പൊ എന്റെ കൗണ്ടർ ഡയലോഗ് കേട്ടോ. നീ ആരാണ്? നീ എവിടുന്നാണ് വന്നത്? നിന്റെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് എവിടുന്നൊക്കെയാണ് പൈസ കിട്ടുന്നത്? ബാങ്കിന്റെ ലോക്കറിൽ എന്തൊക്കെയുണ്ട്? ബാങ്ക് അക്കൗണ്ടിൽ എത്ര വെച്ചിട്ടുണ്ട്? നിന്റെ നക്ഷത്രം, ജാതകം, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷമാണ് നിന്റെ മകളെ കിഡ്നാപ്പ് ചെയ്തത്. നിങ്ങളുടെ അടുത്തുനിന്ന് ഞങ്ങൾക്ക് ആവശ്യം ഒരു സ്മോൾ എമൗണ്ട് മാത്രം. 10 കോടി രൂപ. ഈ ഡീലിംഗ് സൈലന്റ് ആയിട്ട് നടത്തുകയാണെങ്കിൽ താങ്കളുടെ മകൾ ഇവിടെ സുരക്ഷിതയായിരിക്കും. മനസ്സിലായോ? വലിയ ബുദ്ധിമാനാണെന്നും കരുതി പോലീസ്, മിനിസ്റ്റർ ഇങ്ങനെ എവിടെങ്കിലും പോയെന്ന് വെയ്, നിന്റെ മകളുടെ കാര്യം പോക്കാം. അവളുടെ ജീവൻ മാത്രം അങ്ങ് എടുക്കും. പേടി തോന്നുന്നുണ്ടോ? പ്രധാനപ്പെട്ട ഒരു കാര്യം, നിന്റെ ഓരോ മൂവ്മെന്റും ഞങ്ങൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? ആഹാ, കണ്ടില്ലേ, അവൻ ഒരനക്കോ ഇല്ല. എങ്കിൽ പണം കിട്ടുന്നത് ഗ്യാരണ്ടി. എന്റെ ഷെയർ എമൗണ്ട് എന്റെ കയ്യിലേക്ക് കിട്ടിയാൽ ഞാൻ ഡബിൾ ഹീറോ സബ്ജക്റ്റിൽ ഒരു ഫിലിം എടുക്കാൻ പോവാ. ഒരു ഹീറോ രജനികാന്ത്, മറ്റേ ഹീറോ ആരാ? ഇറ്റ്സ് മീ. ഹീറോയിൻ ആരാ? വേറെ ആരാണ്? കത്രീന, കരീന, ഒള്ളി ബോളിവുഡ്. പിന്നെ നിനക്ക് വേണമെങ്കിൽ ഒരു ഐറ്റം സോങ് തരാൻ. ചെയ്യുന്നോ? തേർഡ് ക്ലാസ് ഫെലോ. നോ 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 നോ, തേർഡ് ക്ലാസ് ഫെലോ. ഐ സ്റ്റഡി 6th ക്ലാസ്. കോൾ മീ 6th ക്ലാസ് ഫെലോ. സാറേ, പോലീസ് കമ്മീഷണർ സാറിന്റെ ഫ്രണ്ട് അല്ലേ? അവരോട് ഈ കാര്യം പറഞ്ഞ നമ്മുടെ മോളെ വേഗം അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചൂടെ? യു ആർ റൈറ്റ്. നമസ്കാരം. ഞങ്ങൾ TV ചാനലിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് രാജാ ബംഗ്ലാവിനെ കുറിച്ച് അല്ല സാറേ, അതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. സാറേ, ദയവീത് പറയാ, ഒന്ന് പോയാട്ടെ. എന്താ സാറേ? നമസ്കാരം. നമസ്കാരം സാറേ. സാറേ, ആ രാജാ ബംഗ്ലാവിനെ കുറിച്ച് അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. നിങ്ങൾ വേഗം സ്ഥലം വിട്ടോളൂ. എന്തെങ്കിലും ഒന്ന് പറയണ്ട പ്ലീസ്. ബംഗ്ലാവിലെന്തോ വ്യത്യസ്തമായ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയത്തില്ല. ആ രാജാ ബംഗ്ലാവിൽ അറിയില്ല. ഒന്നും അറിയത്തില്ല. നിങ്ങൾക്കോ? അറിയില്ല.
ആരും വാ തുറക്കുന്നില്ലല്ലോ. അങ്ങനെ എന്താ അവിടെ ഉള്ളത്? ചേട്ടാ, രാജാ ബംഗ്ലാവിലേക്ക് ഈ വഴിക്ക് പോകാവോ? എടോ, എനിക്ക് അതൊന്നും അറിയത്തില്ല. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ചുമ്മാ വന്നോളൂ, ഓരോന്ന് ചാവാൻ വേണ്ടി. ഒന്ന് വേഗം പോ ചേട്ടാ. പോടോ. ഒന്ന് നിക്ക് ചേട്ടാ, ഇവരോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ഇവിടുത്തെ രാജാ അതിനെ ബംഗ്ലാവിനെ കുറിച്ചൊന്നും ചോദിക്കണ്ട, നിങ്ങൾ വേഗം ഈ സ്ഥലത്ത് നിന്ന് വിട്ടോ. തനിക്കൊന്നും വേറെ അല്ല, പണിയില്ല, ചേട്ടാ. പോടോ. ചേട്ടാ, 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 ആരാ? ഇവിടുത്തെ രാജാ ബംഗ്ലാവിനെ കുറിച്ച് ചോദിച്ചാൽ ആരും പറയുന്നില്ല. എല്ലാവർക്കും പേടിയാ. അതെന്തുകൊണ്ടാ? ആ രാജാ ബംഗ്ലാവിനെ പറ്റി എനിക്കോ ഈ നാട്ടിലുള്ളവർക്കോ ഒന്നും അറിയില്ല. അറിഞ്ഞാലും ആരും ഒന്നും പറയില്ല. നിങ്ങൾ വേണേ ഒന്ന് ചെയ്. ഈ റോഡിൽ കൂടി നേരെ പോവുകയാണെങ്കിൽ അവിടെ ഒരു സാമിയുണ്ട്. ശരി. അദ്ദേഹം ഏതോ പുസ്തകം എഴുതി മരിച്ചുപോയി. ആ വംശത്തിലുള്ളവരാരെയും പിന്നെ കാണാൻ. പുസ്തകം എഴുതിയതിനു ശേഷമാണ്. അതെ, ഇതുവഴി പോകുമ്പോ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ വീടുണ്ട്. ശരി. അവിടെ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കിട്ടും. ഓക്കെ ചേട്ടാ, ശരി. ഇവിടുന്ന് 80 കിലോമീറ്റർ ദൂരെയാണ് സർ. ആ ബംഗ്ലാവിന്റെ പേര് രാജാ ബംഗ്ലാവ് എന്നാണ്. രാജ ബംഗ്ലാവ്.
എന്താ ഇങ്ങനെയൊക്കെ? രഘു, എന്താടാ, എന്താ പറ്റിയേ? എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആയിരിക്കുന്നേ? അത് ഇരിക്കെ. അത് അമൃത. ഹലോ. മറന്നോ നീ? മിസ്റ്റർ രഘുവർദ്ധൻ, നിന്റെ മുന്നിൽ ആരാണ് ഇരിക്കുന്നതെന്നും എനിക്കറിയാം, അയാളോട് എന്താണ് പറയാൻ പോകുന്നതെന്നും എനിക്കറിയാം. നിന്റെ മകള് നിനക്ക് ജീവനോട് വേണ്ടാന്ന് കരുതുകയാണെങ്കിൽ കമോൺ, നിന്റെ മുന്നിലിരിക്കുന്ന കമ്മീഷണറോട് എല്ലാ കാര്യങ്ങളും പറ. എന്താ ഒന്നും മിണ്ടാത്തത്? ഇതെല്ലാം ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ ആലോചിക്കുന്നത്? ഇപ്പോ നിന്നോടൊപ്പം ഉള്ളത് 4 പേർ. എല്ലാം എനിക്ക് കാണാം. എന്റെ കഴുകു ദൃഷ്ടിയിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി നീ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ, ബൈ ബൈ ബൈ. മുരളി, ഒന്നുമില്ല. പിന്നെ വീട്ടിന്റെ മുൻപിൽ ഒരുപാട് പട്ടികള്. രാത്രി തീരെ ഉറക്കം വരുന്നില്ല. അതിന് നീ തന്നെ ഒരു നല്ല സൊല്യൂഷൻ പറയണം. എന്താടാ, കളിയാക്കുകയാണോ? നിനക്കെന്താ എന്നെ കാണുമ്പോ കമ്മീഷണറായിട്ട് തോന്നുന്നില്ലേ? പട്ടിപിടുത്തക്കാരനായിട്ടാണോ നിനക്ക് തോന്നുന്നേ? ഫ്രണ്ട് ഫോൺ ചെയ്തപ്പോ എന്താ ഏതാന്ന് അറിയാതെ ഓടി വന്നിട്ട് പട്ടിയെ പിടിക്കുക, പന്നിയെ പിടിക്കുക പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യണം. അങ്ങനൊന്നും ഇല്ലടാ, അങ്ങനല്ല. എനിക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് നിന്നോടല്ലേ പറയാൻ പറ്റൂ. അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യേ, ഇവൻ നിന്റെ പി അല്ലേ? കാണാനും പട്ടിപിടുത്തക്കാരനെ പോലെ ഉണ്ട്. ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ ചെയ്തോളൂ. നിന്റെ വാക്കും കേട്ട് ഞാൻ വന്നിട്ട് ഞാൻ പോവാ. അല്ലടാ, അത് ഓ ബ്ലഡി ഷിറ്റ്. ഞാൻ പറഞ്ഞു വിട്ടു, കമ്മീഷണർ പറഞ്ഞു വിട്ടു. ഞാൻ സംസാരിക്കുന്ന ഈ സമയത്തേ ഉള്ളൂ നിനക്ക് സമാധാനം. കത്തി എടുത്തു കഴിഞ്ഞാ പിന്നെ നീ സമാധിയാ. ഇപ്പോഴെങ്കിലും എന്നെ പറ്റി നീ മനസ്സിലാക്കി കാണും. ഈ കിഡ്നാപ്പർ ആരാണെന്ന്. ശരി, അങ്ങനെ ആവട്ടെ. നീ ചോദിക്കുന്ന പണം ഞാൻ തരാം. പക്ഷെ എന്റെ മോക്ക് ഒന്നും സംഭവിക്കരുത്. അത് ഞങ്ങൾക്കും അറിയാം. നിനക്ക് 2 മണിക്കൂർ സമയം തരാം. അതിനുള്ളിൽ 10 കോടി രൂപ റെഡിയാക്ക്. എവിടെ വന്ന് വാങ്ങിക്കണമെന്ന് ഈ കപാലി നിന്നോട് പറയും. 10 കോടിയോ? ഹലോ, പൈസ റെഡിയാണല്ലോ അല്ലേ? റെഡിയായി. എവിടെ കൊണ്ടുവരണം? നിന്റെ മകന്റെ അടുത്ത് ക്യാഷ് ബാഗും ഫോണും കൊടുത്തിട്ട് പോകാൻ പറ. അതിനുശേഷം എവിടെ വരണമെന്ന് ഞാൻ അവനോട് പറഞ്ഞോളാം. പണം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നിന്റെ മകൾ സുരക്ഷിതയായി അവിടെ എത്തും. ഹലോ, എടാ, ആ കിഡ്നാപ്പർ എങ്ങോട്ടാണോ വരാൻ പറയുന്നത് അവിടെ ചെന്ന് ഈ ബാഗ് കൊടുത്തേക്ക്. ഞാനോ? നീ തന്നെ. ഇതാ എന്റെ ഫോൺ. ബാഗ് അവന്റെ കയ്യിൽ കൊടുക്ക്. സാറേ, ഇപ്പൊ സംസാരിച്ചതാരാ? ആ ശിവകാർത്തികേയനാണോ? എടാ, രഘുവിന്റെ ശബ്ദമാണ്. അല്ല, ഈ രഘു ആരാണ്? എന്റെ വോയിസ് തന്നെ. സാറേ, നിങ്ങളുടെ വോയിസ് അത്രയ്ക്ക് ഫേമസ് ആണോ? അതെ അതെ, ഫേമസ് ആണ്, ഫേമസ് ആണ്. ആ സാറേ, പോയ കമ്മീഷണർ തിരിച്ചു വന്നിരിക്കുന്നു. നമ്മളായിട്ടൊന്നും പറയണ്ട സാർ. ഇരിക്കെ, എല്ലാം ഞാൻ അറിഞ്ഞു. ഡോണ്ട് വറി, ഐ വിൽ ട്രേസ് ഹിം. മുരളി, എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ? നിന്റെ മകളെ കുറിച്ച് ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും നീ അടിക്കേണ്ട. ഞാനുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ആ രാഹുൽ വരുന്നു സാർ. മുരളി, ഇതാരാ? ദിസ് ഈസ് മിസ്റ്റർ രാഹുൽ. ഇവൻ നാട്ടിലെ വലിയൊരു ഹാക്കറാണ്. പക്ഷേ ഈ കാര്യം പുറത്തിറങ്ങിയ ഞാൻ ഈ കേസ് വളരെ സീക്രട്ട് ആയിട്ടാണ് അന്വേഷിക്കാൻ പോകുന്നത്. പുറത്താർക്കും ഇത് അറിയില്ല. ഡോണ്ട് വറി. ആ രാഹുൽ, ഇപ്പൊ ആ ഫോണ് ഏത് ഏരിയയിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്നും ഏത് ടവറിൽ നിന്നാണ് സിഗ്നൽ വരുന്നത് എന്നും നിങ്ങളെ കൊണ്ട് പറയാൻ കഴിയുമോ? ഡെഫിനറ്റ്ലി സർ, 100%. ഇപ്പൊ നോക്കാം സർ. ആ കിഡ്നാപ്പർ വളരെ പ്രൊഫഷണൽ ആണ്. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നോ പ്രോബ്ലം. ഹി മേ ബി ഗുഡ് ബട്ട് നോട്ട് ദ ബെസ്റ്റ്. ഐ വിൽ ഗെറ്റ് ഹിം. രാഹുൽ,
ഈ സിഗ്നൽ ഏത് ടവറാ കാണിക്കുന്നത്? ഫ്ലൈ ഓവറിന്റെ മുകളിൽ. ഏത് ഫ്ലൈ ഓവറിന്റെ മേലെ? പാലക്കാട്. വേറെ ഏതെങ്കിലും ടവർ കാണിക്കുന്നത് നോക്കി. ഹലോ ചാർലി, ഇപ്പൊ എവിടെയുണ്ട്? സാർ, ഇതൊരു ഫോറസ്റ്റ് ഏരിയ. ഞങ്ങൾ അവിടെ എത്തി. ഓക്കെ സാർ, ഞങ്ങളെല്ലാം അലർട്ടാണ്. സാർ, അവരാരും ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവിടെ മൊത്തം ഞങ്ങൾ വളഞ്ഞു. സ്പോട്ട് റൗണ്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞു സാർ. രക്ഷപ്പെടാൻ വഴിയില്ല. കെയർഫുൾ ആയിരിക്കും. ഐ വിൽ ബി കമ്മിങ് സൂൺ. വെയിറ്റ് ഫോർ മൈ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ സാർ. ട്രേസ് ഹിം ഇമ്മീഡിയറ്റ്ലി, ഫാസ്റ്റ്. വാട്ട് യു മീൻ? സിഗ്നൽ ലോസ് ആയി സർ. ഓ ഗോഡ്. ഇനി ട്രാക്ക് ചെയ്യുന്നത് കഷ്ടമാണ് സർ. ഹീസ് എ ജീനിയസ്. മുരളി, what next? Don't worry. Give me some more time. I know how to trace the tracker. കോൺസ്റ്റബിൾസ്, വേഗം വണ്ടി കയറി. അവന്മാര് സിഗ്നൽ മാറ്റി നമ്മളെ കൺഫ്യൂഷൻ ചെയ്യാൻ നോക്കിയാ. കം ഓൺ ഫാസ്റ്റ്. വേഗം മെയിൻ റോഡിലേക്ക് പോ. ഞാൻ പോയി പൈസ കളക്ട് ചെയ്തിട്ട് വന്നേക്കാം. അവളുടെ ബോധം തെളിഞ്ഞ പ്രശ്നമാവും. ഞാൻ വരുന്നവരെ സൂക്ഷിച്ചോണം. ഓക്കെ. തിലക്, കാറ് നിർത്ത്. ഓക്കെ, ഞാനെത്തി. ഐ എം വെയിറ്റിംഗ്. എവിടെയാള്? എന്റെ അനിയത്തി എവിടെയാടാ? പണം എവിടെ? ആദ്യം എന്റെ അനിയത്തി, എന്നിട്ട് പണം. ഫസ്റ്റ് എമൗണ്ട്, പിന്നെ അനിയത്തി. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. എനിക്കിനി വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നീ പണം തന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഞാൻ അത് വാങ്ങിക്കും. ബായ്, പണം തരൂലെന്ന് ഞാൻ എപ്പോഴാ പറഞ്ഞേ? പണം അറേഞ്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ മാസം 31-ാം തീയതിക്കുള്ളിൽ പലിശ സഹിതം ഞാൻ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പ്ലീസ് ഒന്ന് ക്ഷമിക്കൂ. ഇതുപോലെ കുറെ ചാൻസ് നിനക്ക് തന്നു, ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ല. ബായ് പ്ലീസ്, ഈ പ്രാവശ്യം മിസ്സായെങ്കിൽ താങ്കൾ തന്നെ വീട്ടിൽ വന്ന് എന്റെ അച്ഛനോട് സംസാരിച്ചോളൂ. ഒരേ ഒരു ചാൻസ് പ്ലീസ്. ശരി, ഒരു ചാൻസ് കൂടി തരാം. ഈ പ്രാവശ്യം പറ്റിച്ചാ നിന്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കും. ഈ ചന്ദ്രു ഫൈനാൻഷ്യൻ്റെ അടുത്ത് പണം വാങ്ങിച്ചെന്നില്ലെങ്കിൽ എൻ്റെ കഥ അതോടെ അവസാനിക്കും. ഒന്നെങ്കിൽ പണം സെറ്റിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് വേറെ ഏതെങ്കിലും കൺട്രിക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇതാണിപ്പോ നമ്മുടെ കയ്യിലുള്ള ലാസ്റ്റ് ചാൻസ്. വീട് വിട്ട് വരാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ല, അച്ഛൻ എനിക്ക് വേണ്ടി വേറെ ചെക്കനെ നോക്കുന്നുണ്ട്. ഇവളാരോടാ സംസാരിക്കുന്നത്? നീ പറ, എവിടെ വരണമെന്ന് പറ. അതിരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് വരാം. പിന്നീട് നോക്കാം. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അടിപൊളിയായിട്ടുണ്ടല്ലോ തിലകേ. ആ ബായനെ വിളിച്ചിരുന്നടാ. ഈ മാസം പലിശ സഹിതം എല്ലാം സെറ്റിൽ ചെയ്തോളാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ എന്തിനാണ് ടെൻഷൻ ആകുന്നേ? ആ ഫൈനാൻസറോട് ഞാൻ സംസാരിച്ചോ? തീർച്ചയായും തരാന്ന് പറഞ്ഞു. എന്നെ ഒന്ന് വിശ്വസിക്കടാ അളിയാ, നീ ഒന്ന് വാടാ. This is Chandru, Amrita and her friends. Hi. Hello. My name is Chandran, Ravichandran, part 2. How do baby? It's me. ഹലോ, രവിചന്ദ്രൻ സ്പീക്കിംഗ്. നാളെ രാവിലെ 9 മണിക്ക് നിനക്ക് ഡബ്ബിംഗ് ഉണ്ടോ? എന്ത് വേണം? എടാ, രാജാ സ്റ്റുഡിയോയിലേക്ക് വാ. 2500 രൂപ പേയ്മെന്റ് ഉണ്ട്. വാട്ട്? 2.5 ലക്ഷമോ?
ഈ 2.5-3 ലക്ഷത്തിനൊക്കെ ഞാൻ സംസാരിക്കില്ലെന്ന് തനിക്കറിയില്ലേ? 5 ലക്ഷത്തിൽ 1 രൂപ കുറഞ്ഞ പോലും ഞാൻ ഡബിംഗ് സംസാരിക്കില്ല. സാറേ, നിങ്ങളുടെ ശബ്ദത്തിന് ഇത്രയും വിലയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനി ഞാനും ഫോൺ ചെയ്യില്ല. സാറ് ഇങ്ങോട്ട് ജോലിക്ക് വരില്ലേ? ഒരു മിനിറ്റ്, സിഗ്നൽ ക്ലിയർ ആയിട്ടില്ല. ഹലോ ചേട്ടാ, അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തണ്ട. അടുത്ത് VIP കളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു ഫ്ലോയിൽ അങ്ങ് വന്നതാ. എന്നോട് ക്ഷമിക്കണം. ചേട്ടൻ പറഞ്ഞതിൽ നിന്ന് 500 രൂപ കുറഞ്ഞാലും കുഴപ്പമില്ല. സ്റ്റുഡിയോ തുറക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ കാണും. ഓക്കെ? എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, എങ്കിലേ ജോലി കിട്ടൂ. എത്തിക്കോളാം. ഓ പിന്നെ എന്താണെന്ന് വെച്ചാ മര്യാദയ്ക്ക് ഫോൺ എടുത്ത് വെക്കടാ. അപ്പൊ സംസാരിക്കണ്ടേ? നീ കുറച്ച് ഓവറായി. ഓക്കെ, എവിടെ എന്ത് സംസാരിക്കണമെന്ന് എനിക്ക് അറിയില്ലേ. ഇവിടെ എല്ലാരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ശരി, ഞാൻ പൊയ്ക്കോളാം. നീ അല്ലടാ ഫൈനാൻഷ്യൽ അറേഞ്ച് ചെയ്തേ. ഞാൻ വെറുതെ പറഞ്ഞതാ, വെറുതെ തമാശക്ക്, അത്രേ ഉള്ളൂ. ഇതിനൊക്കെ എന്തിനാ ടെൻഷൻ ആവുന്നത്? ഞാൻ പോവാന്ന് പറഞ്ഞതേ ബാർ കൗണ്ടറില്ല, ഒരു പെഗ് അടിക്കാൻ വേണ്ടി. ഒരു പെഗ് എന്താടാ, 4-5 പെഗ് അടിച്ചോ. അതൊക്കെ പോട്ടെ, ആ രോഹിത് അവിടെ പോയി. താങ്ക് യു സർ. എന്താ രോഹിത്, എന്റെ ഡാഡിയോട് എന്താ സംസാരിച്ചോണ്ടിരുന്നെ? അദ്ദേഹത്തിന് നിനക്ക് നേരത്തെ അറിയോ? ഞാൻ തനിയെ നിൽക്കുകയായിരുന്നു. നിന്റെ അച്ഛൻ വന്നെ ആരാന്ന് ചോദിച്ചു. പിന്നെ നിന്റെ അളിയൻ രാഹുൽ ഇല്ലേ, രാഹുലിന്റെ ഫ്രണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമ്മളിപ്പോ എന്താടാ ഇവര് വരാൻ കിട്ടുന്ന സമയം ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യട്ടെ. ഹലോ സെറ്റി, what a surprise. നാളെ ഞാൻ ഓഫീസിൽ വന്ന് കാണുന്ന വിചാരിച്ചിരിക്കായിരുന്നു. അതിനുള്ളിൽ താങ്കൾ ഇതിന് എത്തിയല്ലോ. കമോൺ, ശരി വരൂ. ചെക്ക് ബൗൺസ് ആയി. അല്ല സർ, ഞാൻ പറയുന്നത് കേൾക്കൂ. നമുക്ക് സംസാരിച്ച് സോൾവ് ചെയ്യാം. ഒരു മിനിറ്റ്, ജസ്റ്റ് എ മിനിറ്റ്. വേണ്ട സാർ, സബ് ഇൻസ്പെക്ടർ നിന്റെ ഫ്രണ്ട് ആണെന്ന കാര്യം പറഞ്ഞില്ലല്ലോ. അത് യൂണിഫോമിൽ പാർട്ടിക്ക് വന്നിരിക്കുന്നു. അത് പിന്നെ ഡാഡ്, യെസ് ശിവ ഗുരു ഡാഡ്. ഞാൻ നിങ്ങളുടെ മോന്റെ ഫ്രണ്ട് ഒന്നുമല്ല. അവന്റെ മേലെ ചെക്ക് ബൗൺസ് കേസുണ്ട്. അതിനുവേണ്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ ഞാൻ. നിങ്ങൾക്ക് എത്ര പണം തരണം? സാറേ, പലിശ എല്ലാം കൂടെ ചേർന്ന് 3 ലക്ഷം രൂപ തരണം. ഓ, അത്രേ ഉള്ളൂ. 3 ലക്ഷത്തിന് അറസ്റ്റോ? നിങ്ങളുടെ പണം ഞാൻ ഇപ്പോൾ തന്നെ സെറ്റിൽ ചെയ്യാം. PK, വളരെ നന്ദി സാർ. പറയടാ, എന്റെ പേരും പറഞ്ഞ് എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിരിക്കുന്നത്? ഞാൻ 1 മിനിറ്റ് ലേറ്റ് ആയിരുന്നെങ്കിൽ എന്റെ മാനം മര്യാദയെല്ലാം കാറ്റിൽ പറന്നേനെ. ഡാഡ്, ബിസിനസ് തുടങ്ങാൻ ഞാൻ പണം ചോദിച്ചിരുന്നില്ലേ, എന്നിട്ട് തന്നില്ലല്ലോ. അതുകൊണ്ട് കടം വാങ്ങിച്ചാ. മിണ്ടായിരടാ. ബിസിനസ് ചെയ്യുന്നത്ര ബിസിനസ്, ഗാംബ്ലിംഗ്, കാസിനോ, IPL, ബെറ്റിംഗ്, ഇതല്ലേ നിന്റെ ബിസിനസ്? നീ ബിസിനസ് ചെയ്യുന്നെന്നും പറഞ്ഞ് എന്റെ പേര് ചീത്തയാക്കിയത് മതി. ഇനി 1 രൂപ പോലും നിനക്ക് ഞാൻ തരില്ല. വെറുതെ ജീവിക്കുകയാണെങ്കിൽ ഇവിടെ ജീവിക്കും, അല്ലെങ്കിൽ ഈ വീട് വിട്ടിറങ്ങി പോ. അല്ല, സേട്ടിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ച വിവരം നിന്റെ അച്ഛൻ അറിഞ്ഞല്ലോ. അത് അറിഞ്ഞിട്ട് അച്ഛൻ എന്താ പറഞ്ഞത്? ഡാഡ് പറയല്ലായിരുന്നു, ഫുൾ ആക്ഷൻ ആയിരുന്നു. അത് വിട്ടേക്കടാ. ചന്ദ്രു, ഫൈനാൻഷ്യലോട് പണം ചോദിച്ചില്ലടാ, എപ്പോഴാണ് കിട്ടുക? തരാമെന്ന് പറഞ്ഞു, 100% തരാമെന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. എത്ര വേണമെങ്കിലും തരും, എപ്പോ വേണമെങ്കിലും തരും. നിന്റെ അച്ഛൻ ഷൂറിറ്റി തന്നാ മാത്രം. നിന്നെ വിശ്വസിച്ചില്ലേ? എന്നെ പറഞ്ഞാ മതി. ഇനി ഞാൻ എന്ത് ചെയ്യാ? ഇവ പറയുന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? ഈ മോന്ത കണ്ടിട്ട് ആരെങ്കിലും 1 രൂപ ഫൈനാൻസ് ചെയ്യോ? അതിരിക്കട്ടെ, ഞാൻ ചോദിച്ച എമൗണ്ട് നീ എപ്പോഴാ തരാൻ പോകുന്നെന്ന് അറിയില്ലല്ലോ. എന്നെ പറ്റിക്കോ എന്തോ. സഞ്ജന പ്ലീസ്, എല്ലാവർക്കും ഇപ്പൊ അമൗണ്ട് ആവശ്യമാണ്. നമ്മളെല്ലാവരും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റുവേഷൻ അറിയാതെ പെരുമാറില്ല. ഓക്കെ? നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാനൊരു ഐഡിയ പറയാം. എന്ത് ഐഡിയ? അത് കുറച്ച് റിസ്ക് ആണ്, പക്ഷെ വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഇതുപോലെ പണത്തിന് കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. വാട്ട്സ് ദാറ്റ്? കിഡ്നാപ്പ്. എന്താടാ നിനക്ക് പറ്റിയത്? വല്ല ഭ്രാന്തും പിടിച്ചോ? ചന്ദ്രു, നമ്മളിപ്പോ കിഡ്നാപ്പ് ചെയ്യാൻ പോകുന്നത് വേറെ ആരെയല്ല. ആരെയാടാ? തിലകിനെയാണ്. തിലകിനെ കിഡ്നാപ്പ് ചെയ്യുന്നു, അവന്റെ അച്ഛൻ ഫോൺ ചെയ്യുന്നു, നമ്മൾ പണം വാങ്ങിക്കുന്നു. ചാൻസ് ഇല്ല. ഞാൻ ചത്താ പോലും ആ ചടങ്ങ് നടത്താൻ വേണ്ടി എന്റെ ഡാഡി 1 രൂപ പോലും തരില്ലെന്ന് എനിക്ക് ഉറപ്പാ. സോ എന്നെ കിഡ്നാപ്പ് ചെയ്താ വെറുതെ നിങ്ങളുടെ സമയം വേസ്റ്റ് ആവും. വേറെ എന്തെങ്കിലും? അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ വേറെ ആരാ ഉള്ളത്? നിന്റെ അനിയത്തി, പിന്നെ അനിയത്തി. യെസ്, എന്റെ ഡാഡിക്കും അനിയത്തിയോടാണ് സ്നേഹം കുറച്ച് അധികം. അവളെ നമ്മളെ കിഡ്നാപ്പ് ചെയ്യുകയാണെങ്കിൽ എന്റെ ഡാഡി തീർച്ചയായിട്ടും പണം തരും. ഞങ്ങൾക്കൊക്കെയാ. യു ആർ റൈറ്റ്. നാളെ നമുക്ക് പ്ലാൻ ചെയ്യാം. ശരി, ഓക്കെ. രോഹിത്,
തിലക്, ഹേയ്, എപ്പോഴാ നീ വന്നത്? ജസ്റ്റ് എപ്പോഴാ? അല്ല, ചന്ദ്രുവും സഞ്ജനയും വന്നില്ലേ? ദേ ആർ ഓൺ ദ വേ. ഓ, അതൊക്കെ ഇരിക്കട്ടെ. എന്താണ് അതൊക്കെ? മൊത്തം ഫേക്ക് ഡോക്യുമെന്റ്സ് ആണല്ലോ. നിന്നെ പോലെയാണോ? ഞങ്ങളുടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാ. ഹായ് കൂട്ടുകാരെ. ഹായ് Hey ഗൈസ്, guys, come. ഹായ്. അമൃതയ്ക്ക് കോൾ ചെയ്ത് അവളുടെ അച്ഛനെ പോലെ സംസാരിച്ച് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് വരുത്തണം. ഓക്കെ ഗായ്സ്, നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയോ നമ്മൾ വിചാരിച്ച കാര്യം കറക്റ്റായിട്ട് നടന്നു. ഇത് സക്സസ് ആവാനുള്ള കാരണം നിന്റെ ഐഡിയ ആണ്. സാർ, നമ്മുടെ വണ്ടി പോയാൽ പോരെ? ഞങ്ങളുടെ ടീമിൽ ഒരു മെമ്പർ വരാനുണ്ട്. ഓ, ഐ സി. എങ്കിൽ പോ. ഹലോ ഹലോ സർ. പിന്നെ സാറേ, എങ്ങനെ സുഖാണോ? സുഖം. ഇദ്ദേഹത്തിന്റെ പേര് യുഗേന്ദ്ര വർമ്മ, അൾട്രാ സ്കാൻ സ്പെഷ്യലിസ്റ്റ്. ഇദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ അമുദേശ്വർ. ഞാൻ ബംഗ്ലാവിനെ കുറിച്ച് പറഞ്ഞില്ലേ, നൈസ് മീറ്റ് യു. എന്നാ പിന്നെ നമുക്ക് തിരിച്ചാലോ? പോകാം സർ. വരൂ പ്ലീസ്. കണ്ടില്ലേ, ഈ നാട്ടിലെ ജനങ്ങൾ റോഡ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ പോയി എന്താ നോക്കിട്ട് വരാം. വേണ്ട, അത് വേണ്ട. ഞാൻ പോകാം, ഞങ്ങളുടെ ടീമുണ്ട്. നിങ്ങൾ കാറിൽ തന്നെ ഇരിക്കും. ആരാ അത്? സാറേ, എവിടോട്ട് പോവാ? ഞങ്ങൾ രാജാ ബംഗ്ലാവിലേക്കാണ് പോകുന്നത്. സാറിന് വല്ല വട്ടുകൊണ്ടോ? ജീവന് പേടിയില്ലെന്നാ തോന്നുന്നത്. എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഒരുത്തനും രക്ഷപ്പെടത്തില്ല. വന്ന വഴി തന്നെ തിരിച്ചു പോവാൻ നോക്ക്. ഇതെല്ലാം ഞങ്ങൾ ഒരുപാട് കണ്ടതാ. വിശ്വ, നീ ഗേറ്റ് തുറക്ക്. നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, അനുഭവപ്പെട്ടാലേ മനസ്സിലാവും. ഈ സിറ്റിയിലുള്ളവരൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇങ്ങനെ പോയവരാരും പിന്നെ തിരിച്ചു വന്നിട്ടേ ഇല്ല. നിങ്ങളുടെ തലയിലെഴുത്ത്. രോഹിത്, നമ്മുടെ സ്ഥലത്തെ പണം കൈമാറാം. എന്താ? ഓക്കെ, ഞാൻ അകത്ത് പോയി അവരെ വേഗം കൂട്ടിക്കൊണ്ടുവരാം. വെയിറ്റ് ചെയ്യേ. പെട്ടെന്ന് വാ. വരൂ, ഇതാണ് എൻ്റെ രാജാ ബംഗ്ലാവ്. രാജാ ബംഗ്ലാവ്. നമസ്കാരം സ്വാമിജി. ഞാൻ പറഞ്ഞ രാജാ ബംഗ്ലാവ് ഇതാണ് സ്വാമി. വരൂ സാർ, ഇതാണ് രാഘവ സ്വാമികൾ. സത്യപൂജ ചെയ്യുന്ന ആളാണ്. നമസ്കാരം. സ്പിരിച്വൽ ടെക്നിക്ക് കൊണ്ട് ദുഷ്ടശക്തികൾ ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് പറയും. അങ്ങനെ എന്തെങ്കിലും ദുഷ്ടശക്തികൾ അവിടെ ഉണ്ടെങ്കിൽ വേണ്ട പൂജകർമ്മങ്ങൾ ചെയ്ത് ശരിയാക്കും. സാർ, നിങ്ങൾ പറയുന്ന പോലെ അങ്ങനെ ഒന്നുമില്ല. സാറേ, എല്ലാ ആംഗിളിലും ട്രൈ ചെയ്യണം. ഓക്കെ, വരൂ. വരൂ. ഞാൻ പോയി എമൗണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരാം. അവൾക്ക് ബോധം തെളിഞ്ഞാ നോക്കണം. ആരെങ്കിലും ഉണ്ടോ അവിടെ? പ്ലീസ് ഹെൽപ്പ്. എന്താ പറ്റിയേ? ഹെൽപ്പ്. അതായത് കെട്ടൊന്നും അഴിക്ക്. മിണ്ടിപ്പോയിക്കരുത്. നിന്റെ കെട്ടഴിച്ചു വിട്ടാ നീ രക്ഷപ്പെടില്ലേ. എവിടെയാ? നിന്നെ ഞങ്ങൾ പൊക്കിക്കൊണ്ടുവന്നു. കിഡ്നാപ്പ്. എടാ, എന്നെ കുറിച്ച് നിനക്ക് ശരിക്കും അറിയാഞ്ഞിട്ടാ. എന്റെ അച്ഛൻ ആരാന്നറിയോ നിനക്ക്? ഈ കെട്ടഴിക്കണോ? ആ മണ്ടത്തരം ഞങ്ങള് കാണിക്കത്തില്ല. നീ തന്നെ വേണേ ഒന്ന് ശ്രമിച്ചോ. Hey man, I need to go to the loo. Please let me go. ലൂന്ന് വെച്ചാ ടോയ്ലറ്റ്. അവളെ ടോയ്ലറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോ. അത് ശരി. മലയാളത്തിൽ ടോയ്ലറ്റ് എന്ന് പറയാമായിരുന്നില്ലേ? ഇത് അഴിക്കുന്നത് വരെ ഒന്ന് നിയന്ത്രിച്ച് നിർത്ത്. എന്റെ മാസ്ക് ഇവിടെ ഉണ്ട്.
Get up. Come on, get up. Move. Keep moving. It's me. കേട്ട പോലുണ്ടല്ലോ. ഹലോ. സാർ, ഞാൻ ആക്സിസ് ബാങ്കിൽ നിന്ന് വിളിക്കുകയാണ്. നിങ്ങളോടൊന്ന് സംസാരിച്ചോട്ടെ? സംസാരിക്ക്. ക്രെഡിറ്റ് കാർഡ് വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ക്യാഷ് മതി, ക്യാഷ് ആയിട്ട് താ. സാർ, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല. പിന്നെന്തിനാ എന്നെ വിളിച്ചേ? ഡോ, താൻ എന്റെ ഏട്ടന്റെ ഫ്രണ്ട് അല്ലേ? ഏയ്, കണ്ടുപിടിച്ചല്ലോ. ഇറ്റ്സ് മീ. ഫാന്റാസ്റ്റിക്. ഇത്രയ്ക്ക് ബ്രില്യന്റ് ആണല്ലോ. എന്റെ വോയിസ് വെച്ച് ഈ കുട്ടി കണ്ടുപിടിച്ചു. സൂപ്പർ. നീ എന്തിനാണ് മാസ്ക് ഊരിയത്, idiot? ആ കൊച്ചിനെല്ലാം മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ സസ്പെൻസ്? ഇനി എന്തിനാ നീ മറച്ചു വെച്ചേക്കുന്നേ? എന്താണ് ചെയ്തത്? ഓ, നീയാണോ ഇവരുടെയൊക്കെ ക്യാപ്റ്റൻ? നീയും എന്റെ ഏട്ടന്റെ ഫ്രണ്ട് അല്ലേ? നിങ്ങൾ ആരാ എന്താന്നൊന്നും മനസ്സിലാക്കാതെ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് വെച്ചിരിക്കുന്ന എന്റെ ഏട്ടനെ വേണം പറയാൻ. അവൻ ഇതിനെ കുറിച്ചൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെയൊക്കെ കാര്യത്തിന് അപ്പൊ തന്നെ തീരുമാനം ഉണ്ടാക്കും. മനസ്സിലായോടാ? ഇത്ര നേരിട്ട് എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പെട്ടെന്ന് പുറപ്പെടാം. തിലക്, നീയാണോ ഇതൊക്കെ? നീയാണോ ഇവരുടെ കൂടെ ചേർന്ന് ഇതൊക്കെ ചെയ്തത്? നോക്കു വെച്ചേ, നിന്റെ ചേട്ടൻ ഞങ്ങളുടെ കൂടെ അല്ല ചേർന്നത്, അവൻ ഞങ്ങളെ അവന്റെ കൂടെ ചേർത്തതാ. എന്താ? ഇവർ രണ്ടുപേരും ആ മാസ്റ്റർ പ്ലാൻ ഒക്കെ തയ്യാറാക്കിയത്. ചന്ദ്രു, മിണ്ടാതിരിക്ക്. നോക്കാം അമൃത, ഞാൻ പറയുന്നേ. Just shut up. Don't say a single word. നീ എന്റെ ഏട്ടനെന്ന് ആലോചിക്കുമ്പോ തന്നെ ഇപ്പൊ ലജ്ജ തോന്നുക. അമൃത, എനിക്ക് പണം ആവശ്യമുണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഈ ഡ്രാമ. പണത്തിന് വേണ്ടി സ്വന്തം അനിയത്തി തട്ടിക്കൊണ്ടുപോവോ? അത് നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ പൈസ നിന്റെ മുഖത്തെറിഞ്ഞു തരുമായിരുന്നു. അമൃത, സിറ്റുവേഷൻ മനസ്സിലാക്ക് പ്ലീസ്. Don't try to convince me. ഇപ്പൊ തന്നെ അച്ഛനോട് എല്ലാം പറഞ്ഞിട്ട് എല്ലാത്തിനെയും പിടിച്ച് അകത്തിടാൻ പോവാ ഞാൻ. അമൃത, just listen to me Don't please. touch me. നീ എന്ത് വേണേലും ചെയ്തോ. I'm going. നീ പറയാൻ പോന്നോ? പോയി പറ. ഞാൻ നിന്റെ കാര്യം ഡാഡിയോട് പറയും. അതെന്നെ നീ ആരുടെ കൂടെയോ ഒളിച്ചോടാൻ പ്ലാനിട്ട് വെച്ചില്ലേ? അതെനിക്ക് അറിയില്ലെന്ന് വിചാരിച്ചോ? അച്ഛൻ എന്റെ എൻഗേജ്മെന്റിന് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റ്സും തുടങ്ങി. മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്താ പിന്നെ എനിക്ക് പുറത്തു വരാൻ പറ്റില്ല. ഈ വരുന്ന 31-നുള്ളിൽ നമുക്ക് ഇവിടം വിട്ട് എവിടെയെങ്കിലും പോണം. അദ്ദേഹത്തോട് നീ എന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ കാര്യവും പറയേണ്ടി വരും. വെരി സിമ്പിൾ. ശരി, 50-50. എന്ത് 50-50യോ? What do you mean? Nothing, I mean. It's simple. നിനക്ക് കിട്ടുന്ന എമൗണ്ടിന്ന് എനിക്ക് 50, നിനക്ക് 50. What say? All are equal. എല്ലാവർക്കും ഈക്വൽ ഷെയർ ആണ്. അങ്ങനെ പറ. Okay. രാത്രിയാവും പോന്നു. Let's move. ആപ്പിൾ വേണം. ഒന്നവിടെ നിൽക്കൂ. തുടങ്ങിയല്ലോ. ഇപ്പൊ വേണം നോക്കിക്കോ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്, പ്രേതമുണ്ടെന്നൊക്കെ പറയാൻ പോവുക. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്താ നടക്കാൻ പോകുന്നെന്ന് നിങ്ങൾക്ക് കാണാം. ശരിയാ, പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പ്രേതമുണ്ട്, പിശാചുണ്ടെന്ന് വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ പാടില്ല. ഇതൊക്കെ കണ്ടുപിടിക്കാൻ സയന്റിഫിക് ആയിട്ട് ഒരു മാർഗമുണ്ട്. സിസ്റ്റം. ഇടാ കുമാറേ, ആ ഡിവൈസിങ് എടുത്തേ. എടുക്കാം സാർ.
എന്താ ഇത്? ഇതാണ് അൾട്രാ മാഗ്നറ്റിക് സെൻസർ എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റിനും എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ സിസ്റ്റത്തിൽ കാണിച്ചു തരും. അത് അവിടേക്ക് പോകാം. ശരി സാർ. ഇത് തിരുവനന്തപുരത്ത് നിന്നും ഏകദേശം 80 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ഗ്രാമത്തിൽ 300 വർഷം പഴക്കമുള്ള ഈ രാജ ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്നു. ഈ ബംഗ്ലാവിൽ വൈദേഹി എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ ആത്മാവുണ്ടെന്നും പറയപ്പെടുന്നു. 300 വർഷം പഴക്കമുള്ള ഈ ബംഗ്ലാവിൽ അങ്ങനെ ഒരു ആത്മാവ് ചുറ്റിക്കറങ്ങുന്നു. ഹലോ വിശ്വ, താൻ എങ്ങോട്ടാ നോക്കുന്നത്? ഈ ബംഗ്ലാവിൽ ജനങ്ങൾ പറയുന്നത് പോലെ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ? ഇവിടെ ജനങ്ങൾ പറയുന്നത് പോലെ വൈദേഹിയുടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ടാണോ ഈ അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് എടോ തനിക്ക് എന്ത് പറ്റി? കഷ്ടം തന്നെ. ഹലോ സ്വാമി, ഇവിടെ അതുപോലെ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സിസ്റ്റത്തിൽ കാണിച്ചേനെ. സാറേ, സിഗ്നൽ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ? ഇവിടെ എന്തോ അമാനുഷിക ശക്തിയുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചു വരണം. വിശ്വ, ആ ഡോറിലേക്ക് സൂം പോയി അങ്ങനെ ഫോക്കസ് ചെയ്യും. ഓക്കെ സാർ. എന്തു പറ്റി? അവിടെ ആരോ ഇരുന്ന് നോക്കുന്നുണ്ട്. നെഗറ്റീവ് എനർജി കൂടുതലുണ്ട്. എല്ലാവരും ഓടി രക്ഷപ്പെട്. നെഗറ്റീവ് എനർജിയാണ്. എടുത്തോണ്ട് വരൂ. ഓ മൈ ഗോഡ്, എന്തൊരു കഷ്ടമായത്. എന്താ സംഭവിച്ചെന്ന് കണ്ടില്ലേ? ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. ഇപ്പോഴെങ്കിലും മനസ്സിലായോ? ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിയാതെ മനസ്സിൽ തോന്നുന്നത് സംസാരിക്കാൻ പാടില്ല. ശരി ശരി. വരുന്ന വിജയദശമി ദിവസം ഇതിനൊരു പരിഹാരം ചെയ്യണം. അതുവരെ ഈ ബംഗ്ലാവിനകത്തേക്ക് നിങ്ങൾ ആരും പോകാൻ പാടില്ല. What's wrong? സ്റ്റാർട്ട് ആവുന്നില്ല. എന്തിനാ പറ്റിയത് തിലക്? സ്റ്റാർട്ട് ആവുന്നില്ല. എന്താ നോക്ക്. ബോണറ്റ് ഓപ്പൺ ചെയ്യേ, ഞാനൊന്ന് നോക്കട്ടെ. സഞ്ജന, നീ ഇറങ്ങുന്നില്ലേ? ഓ, ഞാനിവിടെ തന്നെ. എന്തു പറ്റി? എന്താ പ്രശ്നം? പ്രോബ്ലം മനസ്സിലാവുന്നില്ല. ഒരു മെക്കാനിക്കിന്റെ ഫോൺ കിട്ടുന്നില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. ഇന്നിവിടെ താമസിച്ചിട്ട് നമുക്ക് നാളെ പോയാ പോരെ? എന്തിനാന്ന് വെച്ചാ പൈസ നമ്മുടെ കയ്യിലുണ്ടല്ലോ. എന്തിനാ ആവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്? ഗുഡ് ഐഡിയ. ഡാഡി ചോദിച്ചാൽ എന്താ പറയാ? ഡാഡിനോട് ഞാൻ സംസാരിച്ചോളാം. അപ്പൊ ഓക്കെ, ബാഗ് എടുത്തിട്ട്. കറക്റ്റ്, ബാഗ് ഞാനാ എടുക്കുന്നത്. കാരണം എന്റെ സംരക്ഷണത്തിലാണ്. വിജയദശമി ദിവസം ഇതിനൊരു പരിഹാരം ചെയ്യണം.
അതുവരെ ഈ ബംഗ്ലാവിനകത്തേക്ക് നിങ്ങൾ ആരും പോകാൻ പാടില്ല. പണം എടുത്തോണ്ട് വരുന്നതിൽ ഒരു സന്തോഷമുണ്ട്. 10 കോടിയാ. ബാഗ് താഴെ ഇത് തിന്നു കളയോ? പേടിക്കാതാ. അതുകൊണ്ടോ അവിടെ ഒരു ഡോറുണ്ട്. എന്തായിരിക്കും? തിലക്, തിലക്, ഇവിടെ സ്റ്റെപ്സ് ഉണ്ട്. വാ മേലെ പോയി എന്താ നോക്കാം. എന്താ ഈ കൊച്ചു പറയുന്നത്? അയ്യോ ബാഗ്. എന്തോന്നടേ ഇത്? അലിബാബയുടെ ഗുഹയിലേക്ക് പോകുന്ന പോലെ ഒന്നും മനസ്സിലാവുന്നില്ല. കയ്യിൽ പണമുള്ളതുകൊണ്ട് നീ ഒന്നും കാണുന്നില്ല. നിനക്കെല്ലാം അറിയാമല്ലോ. ഞങ്ങളെല്ലാം കാണുന്നുണ്ട്, നിന്നെ അല്ലാതെ. സൂപ്പർ പ്ലേസ്. എന്താ ഈ പറയുന്നത്? ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു ബംഗ്ലാവായത്. തിലക്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നമുക്ക് ഇവിടുന്ന് പോവാം. അതിന് ചാൻസേ ഇല്ല. ഇന്ന് രാത്രി നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യണം. ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ, നീ പേടിക്കണ്ട. മെയിൻ എവിടെയുള്ള നോക്കിയിട്ട് പവർ ഓൺ ചെയ്തിട്ട് വരാം. സഞ്ജന നീ പേടിക്കണ്ട, ഞാനില്ലേ കൂടെ. Nothing. I'm fine. കറണ്ട് വന്നല്ലോ. കൊള്ളാം. Wow, it's unbelievable. തിലക്, ആ പണമൊക്കെ സേഫ് ആയിട്ട് അവിടെ എടുത്തു വെക്കേ. തിലക് 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 എന്താടാ? എന്റെ ജീവിതത്തിൽ ഇതുവരെ 1 ലക്ഷം രൂപ ഞാൻ മൊത്തമായി കണ്ടിട്ടേ ഇല്ലടാ. അപ്പോഴാ 10 കോടി കയ്യിൽ വാരി എടുത്ത് കണ്ണു നിറയൊന്ന് കാണട്ടടാ പ്ലീസ്. ഒരു പ്രാവശ്യം സിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ.
വേണമെങ്കിൽ പാൻസി ഓപ്പൺ ചെയ്യണ്ട. ഞാൻ പറഞ്ഞത് ബാഗിന്റെ സിപ്പിനെ പറ്റി. എന്താ നട ഇവന്റെ അടുത്ത് ഒന്ന് സൂക്ഷിക്കണം, അല്ലെ എന്റെ കാര്യം പോക്കാം. ഓ പണം 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 പണം. 10 കോടി. ഇതിൽ എന്റെ പണം 2 കോടി. എടാ മോനെ ചന്ദ്രു, നോക്കിയത് മതി, അടച്ചു നോക്കി. ലക്ഷ്മി ദേവി എന്നെ രക്ഷിക്കണം. ഞാനിടാം. ഇവിടെ വെച്ചാ സേഫ്റ്റി ആയിരിക്കും. സേഫ്റ്റി ആയിരിക്കുമല്ലോ അല്ലേ? വേണ്ട, ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കോളാം. ബുക്ക് കിടക്കുന്നുണ്ടോ? ബുക്കോ? എവിടെ? ബുക്കോ എവിടെ? ഇതാരാ ഈ ബുക്ക് ഇവിടെ ഇട്ടിട്ട് പോയത്? എടാ മോനെ, നിനക്ക് മലയാളം വായിക്കാൻ അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അതിങ്ങി തന്നേ. നിനക്ക് മലയാളം മാത്രമേ വായിക്കാൻ അറിയുള്ളൂ, അതുകൊണ്ട് നീ ആക്കിയതാ. റിലാക്സ് ഗായ്സ്, അതേതോ പക്ഷിയാ. നീ ഓപ്പൺ ചെയ്യ്. ഈ ബംഗ്ലാവ് പോലെ ഉണ്ടല്ലോ ഇത്. അടുത്ത പേജ് ഓപ്പൺ ചെയ്യ്. വൈദേഹി 1948 മുതൽ 1974 വരെ. പുനർജന്മം, പുനർമരണം. ഇതിനു നടുവിൽ മനുഷ്യർ ചെയ്യുന്ന പാപപുണ്യങ്ങളാണ് കർമ്മം. പാപപുണ്യങ്ങളുടെ അതിർവരമ്പുകൾ കടന്ന് ആത്മാവിന്റെ രൂപത്തിൽ ജീവിക്കാതെയും മരിക്കാതെയും ഇരിക്കുന്നതാണ് ഗർഭപാത്രം. എങ്ങനെയോ ആ സാധനം നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോവും. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശകുന്തളാമ്മയുടെ മോൻ ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നില്ലേ? അതിന് മൂല നക്ഷത്രമാണെന്ന് നിനക്കറിയാമോ? ആണോ? ജനിച്ച ഉടനെ അവളുടെ അമ്മ ചത്തുപോയെന്ന്. ഗ്രഹങ്ങളുടെ സഞ്ചാരം, ജനങ്ങളുടെ തെറ്റിദ്ധാരണ, അവളുടെ ദുർദൃഷ്ടം, ഇതൊന്നും മനസ്സിലാകാതുണ്ടായ ഒരു സൃഷ്ടിയാണ് വൈദേഹിയുടെ ആത്മാവ്. ശകുന്തളാമ്മയ്ക്ക് ഈ കല്യാണത്തിൽ ഒട്ടും ഇഷ്ടമില്ലെന്ന്. അതെയോ? അവര് പറയുന്ന അനുസരിക്കാതെ ഇവളെ കെട്ടുള്ളൂന്നും പറഞ്ഞ അവൻ വാശി പിടിച്ചെന്ന്. കാണാൻ നല്ല സൗന്ദര്യവും വെളുപ്പും ഒക്കെ ആയതുകൊണ്ട് വീട്ടുകാര് വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ കല്യാണം കഴിച്ചതാ. വേഗം ആശ്രമത്തിലേക്ക് കൊണ്ടുപോ. അവിടെ വെച്ച് നോക്കാം എന്താന്ന്. എന്തിനാ നീ കരയുന്നേ? നമ്മുടെ അച്ഛൻ ഇതുപോലെ സംഭവിക്കുന്നത് 3ാമത്തെ പ്രാവശ്യം. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ ആലോചിച്ചേ തീരുമാനമെടുക്കും.
എന്താ വിളക്കണഞ്ഞല്ലോ. എന്തു പറ്റിയമ്മേ? പെട്ടെന്ന് വിളക്കണഞ്ഞു പോയി മോളെ. എന്തായിരിക്കും കാര്യം? എല്ലാം പോയി ചേച്ചി, എല്ലാം പോയി. എന്താ ഉണ്ടായത് ഭാസ്കർ? ആ രാംനഗറിലുണ്ടായിരുന്ന 2000 ഏക്കറിന്റെ കേസ് ഉണ്ടായിരുന്നില്ലേ, ആ നാഗരാജൻ എതിർഭാഗത്തേക്ക് കാലി മാറി ചേച്ചി. ആ 2000 ഏക്കറും അവർക്കാണ് സ്വന്തം എന്ന് പറഞ്ഞ് കള്ളസാക്ഷി പറഞ്ഞിരിക്കാണ് ചേച്ചി. ആ നാഗരാജന് ബുദ്ധി വരുന്ന പോലെ വല്ലതും ചെയ്യണം. അതെ അതെ അതെ, അവന് ബുദ്ധിയിലായിട്ട് എന്ത് ചെയ്യാനാ? നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ ഒരാള്, എല്ലാം അവളൊരുത്തി വന്നപ്പോ തുടങ്ങിയതാ. ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ സംസാരിച്ച അമ്മാവനെ നോക്കില്ല. അദ്ദേഹം പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? അദ്ദേഹം പറഞ്ഞത് ശരിയാ. ഭാസ്കർ ചേച്ചി, നമ്മുടെ ജോത്സ്യം പറഞ്ഞു അടുത്ത മാസത്തിൽ ഒരു നല്ല മുഹൂർത്തം ഉണ്ടെന്ന്. ചെറുക്കന്റെ വീട് വരെ ഒന്ന് പോയി അന്ന് തന്നെ കല്യാണ നിശ്ചയം നടത്താൻ. ഇവളുടെ സന്തോഷം കണ്ടോ? ആ വരൂ വരൂ, നിങ്ങളുടെ കാര്യമാണ് പറഞ്ഞോണ്ടിരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. എന്താ? ചെറുക്കന്റെ വീട്ടിൽ നിന്നും ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു. എന്താ പറ്റിയേ? ശ്രീധരൻ എന്തെങ്കിലും അധികം ചോദിക്കുന്നുണ്ടോ? അങ്ങനെയല്ല, നിങ്ങളുടെ മകൻ വൈദേഹിയെ കല്യാണം കഴിച്ചതുകൊണ്ട് ആ ചീത്ത സമയം അവരുടെ കുടുംബത്തെയും ബാധിക്കുമെന്നുള്ളൊരു പേടിയാ. അതുകൊണ്ട് അവർക്ക് ഈ ബന്ധം വേണ്ടെന്ന് പറഞ്ഞു. ജയ, ജയ എന്ത് പറ്റി? തൊടല്ലേ. ഇതിനെല്ലാത്തിനും കാരണം നീയാ. എപ്പൊ നീ വീട്ടിൽ വന്ന് കേറിയോ അന്ന് മുതൽ തുടങ്ങിയ ഞങ്ങളുടെ കഷ്ടകാലമൊക്കെ. ഒന്ന് സമാധാനമായിരിക്കും മോളെ. പോകുന്നത് കണ്ടില്ലേ, ശ്മശാനത്തിലെ പ്രേതത്തെ പോലെ. കാണുമ്പോ തന്നെ അവിടെ കഴുത്ത് ഞെരിച്ചങ്ങ് കൊല്ലാനാ തോന്നുന്നത്. പിന്നെ എന്തിനാ ഇനിയും കാത്തിരിക്കുന്നത്? ഇനിയും അത് നീ ചെയ്യാൻ വേണ്ടി എന്തിനാ കാത്തിരിക്കുന്നതെന്നാ ചോദിച്ചത്. അവള് കാരണം ഈ വീട്ടിൽ ആരും ചാകാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് അവളെ ആദ്യം കൊല്ലണം. അമ്മേ, അപ്പൊ ഏട്ടന് അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. എന്തെങ്കിലും കാരണം പറഞ്ഞ് നമുക്ക് പുറത്തെങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാം. ഭാസ്കർ, ഇതൊരു കൊലപാതകമാണെന്നുള്ളത് ആരും അറിയാൻ പാടില്ല കേട്ടോ. ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ മോഹൻ, ഇനിയും ഞങ്ങളോടുള്ള ദേഷ്യമൊന്നും പോയില്ല അല്ലേ? ക്ഷമിക്കും മോനെ, വയസ്സായില്ലേ, വായിൽ തോന്നിയതൊക്കെ സംസാരിച്ചു. ഇത് നോക്ക്, ജയക്ക് കൂടെ വിഷമായിരിക്കുക. ഞാൻ പോയി നോക്കാം. ഹലോ അമ്മേ, കൊച്ചിയിൽ നിന്നും പുറപ്പെട്ട നമ്മുടെ കപ്പൽ മുങ്ങിപ്പോയമ്മേ. അതെയോ? വേഗം ഇങ്ങോട്ട് വരുമേ. ഇപ്പൊ തന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം. മോഹൻ, എന്താ കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട നമ്മുടെ കപ്പൽ മുങ്ങിപ്പോയെന്ന്. എന്താ പറ്റിയ? അതെ ഭാസ്കർ, മോഹൻ ഉടനെ തന്നെ അവിടെ എങ്ങനെയെങ്കിലും എത്തണം. ഡ്രൈവർ, വണ്ടി എടുക്ക പോവാ.
മുതലാളി നിങ്ങളെ എല്ലാവരെയും അകത്തോട്ട് വിളിച്ചു. വരൂ വരൂ. ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലീവ് തന്നിരിക്കുന്നു. എല്ലാരും പൊയ്ക്കോ. കൊച്ചുമേ ദാ പാല്. ശരി, നിങ്ങൾ പൊയ്ക്കോ. പാല് കൊടുത്തോ? കൊടുത്തു മുഴുവൻ കുടിക്കുകയും ചെയ്തു. എന്നാ ശരി, നിങ്ങൾ പൊയ്ക്കോ. ഞാനിനി എന്താ ചെയ്യേണ്ടത്? അവളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വേഗം മേലേക്ക് കൂട്ടിക്കൊണ്ടുവാ. എന്താ മനസ്സിലായോ? നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ പിന്നിൽ വന്ന് തള്ളിയിടാം. മേലെ നിന്ന് കാൽ വഴുതി താഴേക്ക് വീണതാണെന്ന് എല്ലാരോടും പറഞ്ഞാ മതി. ശരി. ജയ, വേഗം പോയി വിളിക്കണ്ട. 5 മിനിറ്റ് കഴിഞ്ഞു പോയി വിളിച്ചാ മതി. പാലിൽ കൊടുത്ത മരുന്ന് തലയ്ക്ക് കയറട്ടെ. മേലെ ഞങ്ങൾ കാത്തിരിക്കാം. എന്നാ ശരി. വാടാ. വൈദേഹി, വൈദേഹി, ഇവളിത് എവിടെ പോയി? അമ്മാവാ. എന്താ മോളെ? മേലേക്ക് കൂട്ടിക്കൊണ്ടുവാ. ഞാൻ മേലെ ഇരിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്ക്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വാ വാ. വൈദേഹി കരയുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. ഇതൊന്നും നിനക്ക് ആവശ്യമില്ലാത്ത കാര്യ. മിണ്ടാതെ പോകുന്നതാ നല്ലത്. ഞാൻ പോയി എന്താണെന്ന് പറഞ്ഞത് കേട്ടില്ലേ? വാതില് തുറക്ക് ജയ. ആരെങ്കിലും ഒന്ന് വാ. ഈ വാതിലൊന്ന് തുറക്ക് ജയ. വാതില് തുറക്ക് ജയ. വാതില് തുറക്ക്. വാതില് തുറക്ക്. ആരെങ്കിലും ഒന്ന് തുറക്ക്. വാതില് തുറക്ക് ജയ. ജയ. ഇങ്ങനെ 3 ദിവസം അവളുടെ പോരാട്ടം നടന്നു. ശ്വാസം പോലും കിട്ടാതെ അവൾ ബുദ്ധിമുട്ടി. അടുത്ത ദിവസം വൈദേഹി ശ്വാസം കിട്ടാതെ മരണത്തിലേക്ക് പോയി. അവൾ മരിച്ച വിവരമറിഞ്ഞ മോഹൻ ബുദ്ധിഭ്രമം സംഭവിച്ച് ആ ഗ്രാമത്തിൽ നിന്നും എവിടേക്കോ പോയി. ഇങ്ങനെ ഇരുന്ന ഈ ആത്മാവിന് നാശമില്ലാത്തതുകൊണ്ട് ആ ആത്മാവ് ഇതിന് കാരണമായ എല്ലാവരോടും പകരം ചോദിച്ചു. വൈദേഹിയുടെ ആത്മാവ് തന്റെ ഭർത്താവ് തിരിച്ചു വരുമെന്ന് കരുതി രാജ ബംഗ്ലാവിൽ കാത്തിരിക്കുകയാണെന്ന്. ഈ ബംഗ്ലാവിൽ പ്രേതം ഉണ്ടെന്നടാ. എല്ലാരും എവിടെ പോയടാ? എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടെ കേടാ പോയ? തിലക്, തിലക്, എടാ എന്നെ
ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടാണോ പോയത്? എടാ തിലകേ, രോഹിതേ, ആരാ എന്നെ തള്ളിവിട്ടെ? ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പിൽ വിടാ, ആണോന്നോട്ടെ മുമ്പിലോട്ട് വേണം. എടാ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എവിടേക്കാണാ നിങ്ങളൊക്കെ പോയത്? എവിടേക്കാടാ എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നീയൊക്കെ പോയത്? നോക്കിക്കോടാ, നിനക്ക് ഇതിന്റെയൊക്കെ ശിക്ഷ കിട്ടും. എടാ ഈ ബംഗ്ലാവിൽ കുറെ പ്രേതങ്ങളുണ്ടടാ. ഇനി ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. എന്റെ ഷെയറിംഗ് ആണെങ്കിൽ ഞാനങ്ങ് എടാ എന്റെ പൈസ താടാ, ഞാൻ പൊയ്ക്കോളാടാ. ജനങ്ങൾ പറയുന്ന പോലെ ബംഗ്ലാവിനകത്തല്ല, ആ കാട്ടിനകത്താണ്. വെറുതെ ഇരിക്കടാ, അവൻ ഇപ്പൊ തന്നെ പേടിച്ച് മൂത്രം പോയി കാണും. ചന്ദ്രു, ഈ ബുക്കിലുള്ളത് വെറും റൂമേഴ്സ് മാത്രമാണ്. ബുക്സ് സെയിൽ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ കെട്ടുകഥകളൊക്കെ അടിച്ചുവിടും. കുട്ടികളെ പോലെ വെറുതെ പേടിക്കലടാ, അത് വിട്ടേക്ക്. കൂൾ. അല്ലടാ, ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. കണ്ടില്ലേ, കറണ്ട് പോയി. കറണ്ട് പോയി കണ്ടില്ലേ? ഞാൻ പറയുന്നത് കേക്കടാ. പ്രേതം വന്നാടാ ലൈറ്റ് ഓഫ് ചെയ്തത്. എനിക്ക് ഉറപ്പാ പ്രേതം ഓഫ് ചെയ്തേ. അത് ട്രിപ്പ് ആയതാ, ഞാൻ പോയി മെയിൻ ചെക്ക് ചെയ്തിട്ട് വരാം. രോഹിത്, ഇവനൊന്ന് നോക്കിക്കോളാം. ആരും എന്താടാ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തെ? രോഹിത്, കാറിൽ ബിയർ ഉണ്ട്, പോയെടുത്തോ. ഓക്കെ, അത് എടുത്തിട്ട് വരാൻ പറഞ്ഞത് നിനക്ക് വേണ്ടിയാ. ലെറ്റ്സ് എൻജോയ്. എൻജോയോ? ആരുടെ കൂടാ? വേറെ ആരുടെ കൂടെ? പ്രേതത്തിന്റെ കൂടെ. പ്രേതത്തിന്റെ കൂടോ? ആരാത്? Sanju, don't play with me, okay? Something is fishy. No! ഇവൻ എവിടെ പോയി കിടക്കും? എത്തി. ഇന്നടാ, ഇന്നാ എല്ലാരും എടുത്തു. താങ്ക് യു. ഇതൊന്നും ഇല്ല. എന്താ ബാത്റൂമോ? അവിടെ പോണോ? ഇത് കിച്ചണ്, ഇത് ഹാള്, ഇത് ബെഡ്റൂം. അതിനുള്ളിൽ ഒരു ബാത്റൂം കാണും. ഇതെന്താ പറയാ, 5 സ്റ്റാർ ഹോട്ടലോ? എവിടെയെങ്കിലും മറവിൽ പോയിരുന്ന് അടിച്ചിട്ട് വാടാ, അവന് ബാത്റൂമിലേ പോകത്തുള്ളൂ. ഹലോ, പേടിയുണ്ടെങ്കിൽ കുടിച്ച എന്റെ വയറ്റികൾ ഇതുപോലെ ബാത്റൂമിൽ കൊണ്ടേ കളയില്ല. എന്താണ് അവന് പറ്റിയത്? രോഹിത്, അവിടെ ബാത്റൂമിൽ ആരാ? അവിടെ ബാത്റൂമിൽ കാണിച്ചു തരാം. ഇവിടെ എവിടെയാടാ? അല്ല തിലക്, ഞാനിവിടെ. എന്തോണ്ടായിരുന്ന? നിന്റെ അനിയത്തിയുടെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ടായിരുന്നു.
ഓവറായിട്ട് ഫിറ്റായോ? എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത്? നീ പറഞ്ഞത് കേട്ട് ഞാൻ അടിച്ചതെല്ലാം ഇറങ്ങി. ശരിക്കും നിന്റെ അനിയത്തിയുടെ ഡെഡ് ബോഡി ഇവിടെ ഉണ്ടായിരുന്നു. മൂക്കിലും വായിലും രക്തം വരുന്നത് ഞാൻ കണ്ടതാ. രോഹിത്, എന്റെ അനിയത്തി താഴെ തന്നെ ഉണ്ട്. വാ കാണിച്ചേ. വാ. അനിയത്തിയുടെ ഡെഡ് ബോഡി ഞാൻ കണ്ടതാ. അവിടെ നോക്ക്. എവിടെയാ അമൃതേ? അമൃത ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. അമൃതേ, അമൃത, അമൃതേ, അമൃതേ, അമൃത. അവളോട് പോയി. എനിക്കൊന്നും അറിയില്ല. രോഹിതിന്റെ ഒച്ച കേട്ടിട്ടാ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. അമൃത ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. നമുക്കൊന്ന് തേടി നോക്കാം. അവള് പറയുന്നത് കേൾക്കാതെ ഞാൻ പറയുന്നത് കേൾക്ക്. നിന്റെ അനിയത്തിയുടെ ഡെഡ് ബോഡി ഞാൻ കണ്ടതാ. കൺഫേം. ബിലീവ് വാട്ട് ഐ സേ. രോഹിത്, പ്ലീസ് കാം ഡൗൺ. അമൃതയ്ക്ക് ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. റിലാക്സ്. ഓക്കെ, കാം ഡൗൺ. നീ പേടിക്കണ്ട. ഇവൻ പറയുന്ന കേട്ടില്ല, എനിക്ക് പേടിയാവുന്നടാ. ഒന്ന് വെറുതെ ഇരിക്കടാ, മിണ്ടാതിരിക്കേ. വാ, പോയ അവളെ തരാം. അമൃത, അമൃതേ, അമൃതേ, നീ എവിടെയാ? അമൃത, അമൃതേ, അമൃത, നീ എവിടെയാ? ഇവൾക്ക് കളിക്കാൻ വേറെ ഒരു സമയം കിട്ടിയില്ലേ? അമൃതേ, നീ എവിടെയാ ഒളിച്ചിരിക്കുന്നേ? ഇവിടെ ഇല്ല അല്ലേ? കാണുന്നില്ല. എവിടെയില്ലല്ലോ. ഇവിടെങ്ങും ഇല്ലടാ. ഞാനല്ലേ പറയുന്നത്, നിങ്ങൾക്ക് ഇനിയും മനസ്സിലാവുന്നില്ലേ? ഞാൻ അവളുടെ ഡെഡ് ബോഡി അവിടെ കണ്ടതാ. രോഹിത്, just shut up. അത് നിന്റെ തോന്നല. നീ അവിടെ പോയി നോക്ക്. നീ അവിടെ പോയി നോക്ക്. നീ മേലെ പോയി നോക്ക്. ഹലോ, ഞാൻ ഒറ്റയ്ക്ക് മേളിലോട്ട് പോകാനോ? ഒരിക്കലും നടക്കത്തില്ല. എന്നെ ഒറ്റയ്ക്ക് മേളിലോട്ട് പറഞ്ഞു വിടാനല്ലേ? പേടിയാണെങ്കിൽ ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ തന്നെ പോയി നോക്കാം. മാറി. ഞാനും വരോടാ. എന്നെ വിട്ടിട്ട് പോകാത്തടാ. എടാ മോനെ, അവിടെ നിക്കടാ. അമൃതേ, അമൃത, അമൃതേ, അമൃതേ,
എന്ത് പറ്റി സഞ്ജന? സഞ്ജന എന്താന്ന് വെച്ചാ പറ. അവിടെ അവിടെ ആ പ്രേതത്തിനെ കണ്ടു. പ്രേതമോ? എന്റെ ഈശ്വരാ. എന്താന്ന് തെളിച്ചു പറ. ഞാനിവിടെ പ്രേതത്തിനെ കണ്ടു. അവനെ കാണാൻ ഭീകരമായിരുന്നു. നിന്റെ പെങ്ങളെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞാ ശരിയാ. ആ പ്രേതമായിരിക്കും നിന്റെ പെങ്ങളെ കൊന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്നത് വിശ്വസിക്ക്. നിന്റെ അനിയത്തിന്റെ ഡെഡ് ബോഡി ഞാൻ കണ്ടു. പിന്നെ എന്റെ ഡെഡ് ബോഡി നീ കാണും, നിന്റെ ഡെഡ് ബോഡി ഞാൻ കാണും, പിന്നെ എല്ലാവരും കാണും. അതെന്തുകൊണ്ടാണ് എനിക്ക് കാണാൻ പറ്റാത്തത്? ഈ കാലത്ത് പ്രേതം പിശാചെന്നൊക്കെ പറഞ്ഞോണ്ട് നോൺസെൻസ്. എന്റെ ഈശ്വരാ. നമുക്ക് ഇവിടുന്ന് പോയേക്കാം പ്ലീസ്. ഞാൻ പറയുന്നത് കേക്ക്. നമുക്ക് ഇവിടുന്ന് പോകാം. എനിക്ക് പേടിയാവുന്നു പ്ലീസ്. റിലാക്സ്. ഇവള് പേടിച്ചിരിക്കാണ്. ഞാൻ ഇവളെ കൊണ്ടുപോവാം. നിങ്ങൾ രണ്ടുപേരും അമൃത എവിടെയാണെന്ന് നോക്ക്. ഓക്കെ? എടാ, ഇവിടെ അച്ഛൻ പ്രേതത്തിന്റെ പണം കൊടുത്തു വിട്ടേന്ന് തോന്നുന്നു. അമൃതേ, അമൃതേ, അമൃത. എന്റെ ജീവിതത്തിൽ ഒരു കോമഡി പടം എടുക്കാനായിരുന്നു ആഗ്രഹം. ഇങ്ങനൊരു ഹൊറർ ഫിലിം എടുക്കാനാണല്ലോ വിധി. മിണ്ടാന്ന് വന്നാ പ്രേതം നമ്മളെ അങ്ങ് വെറുതെ വിടുവോ? ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നാലേ പ്രേതം ഏത് വഴി കൂടെ വന്ന് കഴുത്തെ വെട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. മിസ് അമൃത ഇവിടെ കാണുവോ? എടാ രോഹിത, ഇങ്ങോട്ട് വന്നടാ. എടാ ഇങ്ങോ വന്നേ. എല്ലായിടത്തും നോക്കി അവളെ കാണാനില്ല. അമൃതേ, നീ എവിടെയാ? അമൃത, ആണുങ്ങളെങ്കിൽ മുമ്പോട്ട് പോടാ. ഞാൻ ആരാധന നിനക്കൊന്നും അറിയത്തില്ലടാ. ഞാൻ ആരാന്നറിയോ? കഥ തുറക്കടാ. വൈദേഹി, എന്റെ ഈ ബുദ്ധിമുട്ട് കാണുമ്പോ നിനക്ക് ചിരി തോന്നുന്നു. ഇതാണോ നിന്റെ ഭർത്താവ്? ഇയാൾക്ക് വേണ്ടിയാണോ നീ കാത്തിരിക്കുന്നേ? ആരുമില്ലേ? എന്നെ ഒന്ന് രക്ഷപ്പെടുത്താൻ ആരുമില്ലേ? എന്നൊന്നും ചെയ്യല്ലേ, ഞാൻ പൊയ്ക്കോളാം. എന്നൊന്നും ചെയ്യരുത്. എനിക്ക് പൈസ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എന്നൊന്നും ചെയ്യല്ലേ, ഞാനൊരു പാവമാ. ചേച്ചി, എന്നെ ഒന്നും ചെയ്യല്ലേ. ഈശ്വരാ, എന്നെ മാത്രം രക്ഷപ്പെടുത്ത്. ഒന്ന് പെട്ടെന്ന് വാ. രോഹിതേ, ചന്ദ്രു, എന്നൊന്നും ചെയ്യരുത്. ചന്ദ്രു, എന്ത് പറ്റി? പ്രേതം വന്നോ അവിടെ തലയൊക്കെ പിടിച്ചിട്ട് പറ്റിന്ന് തെളിച്ചു പറ. അവിടെ പ്രേതം. നിന്റെ പെങ്ങള് പ്രേതമായിട്ട് മാറിയടാ. എന്നെ കൊല്ലാൻ വന്നു. നിന്റെ നീതി പ്രേതമായിട്ട് മാറി. നിന്റെ നീതി പ്രേതമായിട്ട് മാറിയടാ. നീയാ കാരണക്കാരൻ. എന്നെ ഒറ്റയ്ക്ക് തന്നെയാണ് ആ മുറി വിട്ടിട്ട് വന്നേ. ഞാൻ പേടിച്ചു കൂറി എന്ന് നിനക്ക് അറിയത്തില്ലേ? കണ്ടാ പേടി തോന്നുന്ന പോലെ മുടിയൊക്കെ വിരിച്ചിട്ട് എനിക്ക് പറയാൻ പോലും പേടിയൊന്നോ. അതെന്നെ വെറുതെ വിടത്തില്ല. അത് എന്നെ വെറുതെ വിടത്തില്ല. സത്യം. അതെ തിലക്, നമുക്ക് ഇവിടുന്ന് ജീവനോട് തിരിച്ചു പോകാൻ പറ്റില്ല. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പോകാൻ തിലക്, പ്ലീസ്. പറയുന്നത് കേക്ക് പ്ലീസ്. നമുക്ക് ഇവിടുന്ന് പോകാം പ്ലീസ്. ഇവര് പറയുന്നത് കേൾക്കുമ്പോ എല്ലാം സത്യമായിരിക്കോ? അങ്ങനെയാണെങ്കിൽ എന്റെ അനിയത്തി പ്രേതായിട്ട് മാറിയോ? കണ്ടില്ലേ, കണ്ടില്ലേ, കണ്ടില്ലേ? അത് നിന്റെ അനിയത്തിന്റെ ശബ്ദമാണ്. അമൃതയുടെ ശബ്ദമാണ്. അമൃത, 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 ഇവിടെ ആരാ നിന്നെ കെട്ടിയിട്ടെ?
തിലക്, ഞാനിത് എവിടെയാ? എന്നെ ആരോ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. കിഡ്നാപ്പോ? നിനക്ക് കിട്ടുന്ന പണത്തിന്ന് എനിക്ക് 50, നിനക്ക് 50. ഇന്നിവിടെ താമസിച്ചിട്ട് നാളെ പോയാ പോരെ? ഇവിടെ ഒരു ഡോർ ഉണ്ടല്ലോ. വളരെ ഭീകരമായിരുന്നു. കാണാൻ നിന്റെ പെങ്ങളെ പോലെ തന്നെ ഉണ്ടായിരുന്നു. നീ എന്തൊക്കെയാ പറയുന്നത്? ഇത്രയൊക്കെ സംഭവിച്ചു, എന്നിട്ടും നിനക്കൊന്നും അറിയില്ലേ? ഞാൻ പറഞ്ഞില്ല തിലക്, മോർണിംഗ് ആരോ എന്നോട് ഡാഡി പോലെ സംസാരിച്ച് എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ല തിലക്, നമുക്ക് ഇവിടുന്ന് പോകാം. അതേടാ തിലക്, നമുക്ക് പോകാം. ഒന്ന് വേഗം ആവട്ടെ. ചന്ദ്രു, രോഹിത് അവിടെ? എടാ, നമ്മുടെ കൂടെ അല്ലേ അവനും വന്നത്? രോഹിത്, ശരി വാ. എടാ രോഹിതേ. ആരോടെങ്കിലും ചെയ്ത്? ആര്? അമൃത, രോഹിത്, ഈ വീട്ടിലൊരു പ്രേതമുണ്ട്. അതിന്റെ അനിയത്തിന്റെ ശരീരത്തിലായപ്പോൾ. അതെ അതെ, എന്താണ് പറയുന്നത്? അമൃത അവളാണ്. രോഹിത്, ഞാൻ പറയുന്ന കേക്ക്. അവള് പ്രേതമാണ്. അവളെ എല്ലാവരും കൊല്ലും. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. പോകാനാ പറഞ്ഞത്. എന്നെ വിട്ടേ. എന്നെ വിട്ടേ. രോഹിത്, 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 അയ്യോ, പോയി ചാവടാ. അവൻ ചെയ്ത തെറ്റിന് കിട്ടിയ ശിക്ഷയായത്. ചാവട്ടെ ശവം. നമുക്ക് ഇവിടുന്ന് പോവാം. അവൻ ചത്തുപോയി. നമുക്ക് പോവാം. പണം, എടാ പണം, പണം ഞാൻ എടുത്തോണ്ട് വരുവാ. എഴുന്നേക്ക്. എടാ തിലകേ, വേഗം വാ. വേഗം വാ. വേഗം. ഓട്. പെട്ടെന്ന് വാ. വാ, പെട്ടെന്ന് വാ. അമൃത, വേഗം വാ. വാ. അമൃത, അമൃത, വരാനാ പറഞ്ഞേ. അമൃത, എന്താണ് അവളിങ്ങനെ ചെയ്തത്? അമൃത, അമൃത, വേഗം
സ്റ്റാർട്ട് ആവില്ല. തിലക്, കാർ സ്റ്റാർട്ടായി, വേഗം വാ. വണ്ടി എടുക്ക്. ഇതാരും അറിയാൻ പാടില്ല. നമുക്കിതിനെക്കുറിച്ച് മറക്കാം. ആ ബംഗ്ലാവിനോടൊപ്പം തന്നെ രോഹിത്തിന്റെ ബോഡിയും കത്തിക്കാണും. ഏയ്, ഇന്ന് വൈകുന്നേരം വരെ നിനക്ക് സമയം തരാം. പൈസ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിൽ ബായുണ്ടാവും. ഡാഡ്, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അതിനെനിക്ക് പണം വേണം. തരാൻ പറ്റില്ലെന്ന് മാത്രം ഞാൻ പറയുന്നത് കേൾക്ക്. നീ എന്ത് ബിസിനസ് ചെയ്താലും ശരി, ആ ബിസിനസിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്ക് താ. അത് ഞാൻ നോക്കിയിട്ട് നിനക്ക് പണം തരണോ വേണ്ടോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. എന്തെങ്കിലും അത്യാവശ്യമായിരിക്കില്ലേ? ചോദിക്കുന്ന പണം കൊടുത്തേക്ക് ഡാഡ്, പ്ലീസ്. നോക്ക് അമൃത, നീ ഈ കാര്യത്തിൽ തലയിടണ്ട. നീ ചെറിയ കുട്ടിയാണ്. എടാ, അവക്ക് ഫ്ലൈറ്റിനുള്ള സമയമായി. കൊണ്ടുപോയി വിട്ടേച്ച് വാ. ആന്റിയുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം നിനക്ക് ആവശ്യമുള്ള പൈസ ഞാൻ ഡാഡിയോട് ചോദിച്ച് വാങ്ങിച്ചു തരാം. അതല്ല ഇപ്പൊ ടെൻഷൻ. അവിടെ രോഹിത് മരിച്ചുപോയത് ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. നമുക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു. നമ്മൾ വിചാരിച്ചതൊന്നും സംഭവിച്ചതൊന്നും ഈ സിറ്റുവേഷൻ ആർക്കും ഉണ്ടാവാൻ പാടില്ല. അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യാനാ തിലക്? അവനെ കുറിച്ച് ഓർക്കുന്നത് വിട്ടിട്ട് നിന്റെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കാൻ നോക്ക് നീ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ നിനക്ക്? സോ ഐ വിൽ ബി ബാക്ക് സൂൺ. യു ടേക്ക് കെയർ. ബൈ. ബൈ. ഏയ് തിലക്, കാർ കീ. ഹേ തിലക്, കാർ കീ. തിലക്, കാർ സ്റ്റാർട്ടായി, വേഗം വാ. ആ ബംഗ്ലാവിൽ വെച്ച് ഞാൻ കാർ കീ രോഹിത്തിൻ്റെ അടുത്താണല്ലോ കൊടുത്തത്. പക്ഷെ അമൃത എങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്തു? ഈ കാർ കീ അമൃതയുടെ കയ്യിൽ എങ്ങനെ എത്തി? ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? The mobile number you have dialed is currently not reachable. എൻക്വയറി കൗണ്ടർ എവിടെയുള്ള? അത് അവിടെയുണ്ട് സാർ. എക്സ്ക്യൂസ് മീ, പാസഞ്ചർ നെയിം അമൃത, ട്രിവാൻഡ്രം ഫ്ലൈറ്റ്. അർജന്റായിട്ട് സംസാരിക്കണം. ഇറ്റ്സ് എൻ എമർജൻസി, പ്ലീസ്. സോറി സാർ, ഈ സമയത്ത് തിരുവനന്തപുരത്തേക്ക് ഫ്ലൈറ്റ് ഒന്നും ഇല്ല. പക്ഷേ ഇപ്പോ ബോർഡിംഗ് ആവുന്നത്? അത് മലേഷ്യൻ എയർലൈൻസാ. എക്സ്ക്യൂസ് മീ സാർ, നിങ്ങൾ പറയുന്ന പാസഞ്ചർ ഈ ഫ്ലൈറ്റിലാണ് ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി കഴിഞ്ഞു. ഈ വരുന്ന 31-നുള്ളിൽ നമുക്ക് ഈ സ്ഥലം വിട്ടു പോകണം. ഹലോ. ഹേ തിലക്, നീ എവിടെയാ ഉള്ളത്? ഡാഡ്, അമൃത. ശരി, ആ രാജ ബംഗ്ലാവിനെ കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? രാജ ബംഗ്ലാവ്? നേരെ അങ്ങോട്ട് വാ. ഡാഡ്, അത് എന്താടാ അത് ഇതെന്ന്? വേഗം അങ്ങോട്ട് വാ. ഓക്കെ ഡാഡ്, ദേ വരാം. സാർ, ഈ ജോലികളെല്ലാം 3 ദിവസത്തിനുള്ളിൽ കഴിയും. അതിനുശേഷം നിങ്ങൾക്ക് വരാം. ഓ, നീ സാർ, എത്തി. പിന്നെ ആ പെയിന്റിംഗ് ഉണ്ടല്ലോ. ഇതാ ഈ ബംഗ്ലാവ് ഞാൻ വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? ഇവിടുത്തെ റെനോവേഷൻ വർക്കെല്ലാം നീ വേണം നോക്കാൻ. സാർ, ബംഗ്ലാവിന്റെ ഓണറിന് 25 കോടി രൂപ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അവരെല്ലാ ഡോക്യുമെന്റ്സും തന്നിട്ടുണ്ട്. ഓ, ഗുഡ് ഗുഡ് ഗുഡ്. ഡാഡ്, ആ ഡോക്യുമെന്റ്സ് ഞാനൊന്ന് നോക്കട്ടെ? ഷുവർ ഷുവർ. ഇതാ നോക്ക്. ഇത് രോഹിത്തിന്റെ റൂമിൽ കണ്ട പോലെ ഉണ്ടല്ലോ. ഡാഡ്, ഈ പ്രോപ്പർട്ടിക്ക് എത്ര പണം കൊടുത്തേ? 50 കോടി രൂപ. 100 കോടി രൂപ വാല്യൂ ഉണ്ട്. ഇപ്പൊ 25 കോടി കൊടുത്തു. ബാലൻസ് 25 കോടി രജിസ്ട്രേഷൻ സമയത്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ രോഹിത്തും കൂടി ചേർന്നാണ് ഡാഡിനെ പറ്റിച്ചിരിക്കുന്നത്.
നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറയാം. കിഡ്നാപ്പ്. പാലക്കാടിനടുത്ത് രാജാ ബംഗ്ലാവ് പ്രോപ്പർട്ടി ഉണ്ട്. നിന്റെ അനിയത്തെ കിഡ്നാപ്പ് ചെയ്തിട്ട് സേഫായിട്ട് അവിടെ വെക്കാം. ഇന്നിവിടെ താമസിച്ചിട്ട് നമുക്ക് നാളെ പോയാ പോരെ? ഗുഡ് ഐഡിയ. പണം കൊണ്ട് അവിടെ വെക്കാം, സേഫായിട്ട്. നമ്മൾ രണ്ടുപേരും വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു അല്ലേ? ജീവിതത്തിൽ കളിപ്പിക്കപ്പെടാൻ ആളുകളുള്ളപ്പോ നമ്മളെ പോലെ കളിപ്പിക്കാൻ ആളുകളുണ്ടാവും. നിന്റെ പ്ലാൻ ഉണ്ടായിരുന്നല്ലോ, എക്സ്ട്രോർഡിനറി. ആ ബംഗ്ലാവിൽ നേരത്തെ നടന്ന സംഭവങ്ങൾ വെച്ച് അവിടെ പ്രേതമുണ്ട്, പിശാചുണ്ടെന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്ത് അത് എല്ലാരെയും വിശ്വസിപ്പിച്ചു. ആ ബംഗ്ലാവിന്റെ ഓണറുടെ പേര് അമൃതേശ്വരൻ. ഞാൻ അയാളെ പോലെ ഒരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത് ചാനലിൽ പോയി മീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ കാര്യത്തെ പറ്റി നാട്ടുകാരെല്ലാം അറിഞ്ഞു. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി വാങ്ങാൻ ആരും വന്നില്ല. പ്രേതത്തിനെയും പിശാചിനെയും വിശ്വസിക്കാത്ത രഘുവരൻ ഈ 100 കോടി രൂപ പ്രോപ്പർട്ടി 50 കോടിക്ക് വിൽക്കുന്നു എന്ന് കേട്ടപ്പോൾ നിന്റെ അച്ഛൻ അത് വാങ്ങിച്ചു. 25 കോടി രൂപ നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. അതുമല്ലാതെ നിന്നെ കിഡ്നാപ്പ് ചെയ്ത പകൽ ഒരു 10 കോടിയും കൂടി ഉണ്ട്. അപ്പൊ ടോട്ടലി 35 crores. എന്റെ ടാർഗറ്റ് 35 കോടിയല്ല, 100 crores. കിട്ടിയതിന് ശേഷം പറക്കാൻ പോകുന്നു അമേരിക്ക. വെയിറ്റ് ചെയ്യൂ ഡാർലിംഗ്, മനസ്സിലാക്കി തരാം. ഹലോ സർ, അന്ന് രാജാ ബംഗ്ലാവിന്റെ ഓണറാണെന്ന് പറഞ്ഞ ഒരാൾ വന്നിരുന്നില്ലേ? അത് അമൃതേശൻ അല്ല സർ. അദ്ദേഹം അമൃതേശ്വരൻ അല്ലെങ്കിൽ അപ്പൊ നമ്മുടെ കൂടെ വന്നതാരാ? ബംഗ്ലാവിന്റെ ഓണറിന്റെ പേര് അമൃതേശൻ തന്നെയാണ്, പക്ഷെ അന്ന് വന്നത് അയാൾ. അത് അമൃതേശ്വരൻ അല്ലെന്ന് കൺഫേം ആണോ? ഇല്ല സർ, ഞാൻ ചെക്ക് ചെയ്തിട്ടാ പറയുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ അവരുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കൂ. ഓക്കേ സർ. അത് പിന്നെ എനിക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ബംഗ്ലാവിൽ ദുരാത്മാക്കളൊന്നും ഇല്ലെന്നാണോ ആ പറയുന്നത്? ബംഗ്ലാവ് ഫ്രാഡ് ചെയ്താണ് വിറ്റിരിക്കുന്നത്. വേറെ എന്തുണ്ടാവേ? ഹലോ സർ, ക്യാമറമാൻ പ്രകാശിന് ഓർമ്മ തിരിച്ചു കിട്ടി. അതെയോ? അതെ സർ, ഉടനെ വരൂ. ഓക്കെ, ഞങ്ങൾ ഇതാ വരുന്നു. ഒന്ന് വേഗം ആവട്ടെ. 100 years old. വീണ്ടും എന്തിനാ ഇവിടേക്ക് വന്നത്? കൂടെ വാ, നിനക്ക് മനസ്സിലാവും. ഓ, വെൽക്കം സർ. വെൽക്കം. ഹായ്, ഇദ്ദേഹമാണ് മിസ്റ്റർ രോഹിത്. We came here to buy it. Hello. She is സുഷ്മിത. ഹായ്. ഒരു മണ്ടനെയാണല്ലോ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലേ? വളരെ നല്ല പ്ലാനാണ് സർ. സോ ബിലീവ് ഡീൽ ഓവർ. I liked it. All right. So we meet tomorrow for agreement process. Okay? Okay. Okay. ശരി, നീ കാറിലിരിക്കെ, ഞാൻ സംസാരിച്ചിട്ട് വന്നേക്കാം. Yeah, sure. Come. Please. നാളെ നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ മീറ്റ് ചെയ്യാം. ഓക്കെ? ഇതിനകം ആ രഘുവരൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിരിക്കും. നീ കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ടേക്ക് കെയർ. കാണാം. ബൈ. വണ്ടി എടുക്ക. വിശ്വ, ഇപ്പൊ നിനക്ക് എങ്ങനെയുണ്ട്? അമൃതേ, നീ എന്താ ഇങ്ങനെ പേടിച്ചിരിക്കുന്നത്? നീ പേടിക്കുന്ന പോലെ നിനക്കൊന്നും സംഭവിക്കില്ല. ആ ഡിവൈസ് പൊട്ടിത്തെറിച്ചുകൊണ്ട് നിങ്ങൾ ഷോക്കായിരിക്കാം, അത്ര തന്നെ. ഞാൻ കണ്ടു സാർ. ആരാ നിങ്ങൾ കണ്ടേ? ഒരു ലേഡിയെ. എന്ത് ലേഡിയോ? ആ, ഈ പെണ്ണാണോ ഒന്ന് നോക്കിയേ. ഇവൾ എവിടെ പോയിരിക്കും? ഒരുപക്ഷെ ബംഗ്ലാവിലേക്ക് തിരിച്ചു പോയിരിക്കുമോ? ഇവർ തന്നെ സാർ. അയ്യോ, അത് സാർ, ഇവർ തന്നെ കണ്ടേ. അത് സാർ, ഇവർ തന്നെ സാർ.
അമൃതേ, പ്രതികാരം ചെയ്യാനിരിക്കുന്ന ആത്മാവാണത്. ആ ആത്മാവിനെ അവിടുന്ന് പറഞ്ഞയക്കുന്നത് അത്ര എളുപ്പമല്ല. സ്വാമിജി, ആ ആത്മാവിനെ നമുക്ക് ഓടിക്കാം. ഇന്ന് തന്നെ നമ്മളവിടെ ഷൂട്ടിങ്ങിന് പോകുന്നു. ഇപ്പൊ തന്നെ പോവാം. അമൃതേ, വേണ്ട. ഇന്നാണ് ആ വൈദേഹി ദുരൂഹമായി മരണപ്പെട്ട ദിവസം. ഇന്ന് ആരെങ്കിലും അങ്ങോട്ട് പോയാൽ അവരുടെ ജീവൻ അവൾ എന്തായാലും എടുക്കും. അമൃതേ, അമൃതേ. ഇവിടെ പ്രേതമുണ്ടെന്ന് പറഞ്ഞ് നീ എല്ലാരെയും പേടിപ്പിച്ചില്ലേ? എന്നിട്ട് നീ എന്നെ കണ്ട് പേടിച്ചിരിക്കുന്നു. ശരിക്കും പേടിച്ചില്ലേ? പിന്നെ പിന്നെ ഞാൻ പേടിച്ചു. ശരി, വാ, നമുക്ക് സമയം പോവാം. ഹേ രോഹിത്, എന്താ അവിടെ നോക്ക്. അന്ന് ഈ ബുക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെ പ്ലാനിൽ ഈ ബുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. സൂക്ഷിക്കണേ രോഹിത്. ഡോർ തുറക്ക്.